बाबा की बच्ची यज्ञ सहयोगी तो है, लेकिन वर्तमान समय आवश्यकता है यज्ञ रक्षक बनने की। वैसे तो जिसने यज्ञ की रचना की तो सर्वशक्तिमान है, वो अपने यज्ञ की रक्षा स्वयं करता है। लेकिन यज्ञ में जो विघ्न आते हैं वो अधिकतर बच्चों के ही आते हैं। इसलिए आज हम सबका ध्यान बाबा खिंचवाते हैं, बच्चे यज्ञ रक्षक बनना है तो पहले स्वयं की स्वयं रक्षा करना सीखो। നമ്മളെല്ലാവരും യജ്ഞ സ്നേഹികളും യജ്ഞ സഹയോഗികളുമാണ്. ഇപ്പോൾ വർത്തമാന സമയം അനുസരിച്ച് നമ്മൾ യജ്ഞരക്ഷകരാണ്. യഥാർത്ഥത്തിൽ യജ്ഞം രചിച്ചത് ശിവബാബയാണ്, യജ്ഞത്തിലെ രക്ഷകൻ ബാബ തന്നെയാണ്. പക്ഷെ യജ്ഞത്തിലെ വിഘ്നങ്ങൾ വരുന്നതിന്റെ കാരണം നമ്മൾ കുട്ടികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് യജ്ഞത്തിന്റെ വിഘ്നങ്ങളെ മറികടക്കാനും യജ്ഞത്തെ രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ അതിന്റെ മേലെ ശ്രദ്ധ കൊടുക്കണം. स्वयं की रक्षा कैसे की जाए? हमारे दुश्मन कौन है जिनसे हमें अपनी रक्षा करनी है? യജ്ഞരക്ഷകനാകണമെങ്കിൽ ആദ്യം സ്വയത്തിനെ രക്ഷിക്കണം എന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് നമ്മൾ സ്വയത്തിനെ രക്ഷിക്കേണ്ടത്? നമ്മുടെ ശത്രു ആരാണ്? हमारे ही कमजोर संस्कार, हमारी ही कमियां कमजोरियां, जिसको बाबा कहते हैं माया है। माया क्या है? മായ എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ബലഹീന സങ്കല്പങ്ങൾ, ബലഹീന സംസ്കാരങ്ങൾ, അതിനെയാണ് ബാബ മായ എന്ന് പറയുന്നത്. माया का अर्थ है कुछ नहीं, माया है ही नहीं कुछ। लेकिन हमारी जो कमी है, कमजोरियां हैं, संस्कार है, वही हमारे लिए दुश्मन है, माया बन करके आते हैं। മായ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നുമില്ല എന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ച് മായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ബലഹീനമായിട്ടുള്ള ചിന്തകളും ബലഹീനമായിട്ടുള്ള സംസ്കാരങ്ങളുമാണ് നമ്മുടെ ശത്രുവായിട്ട് മായയായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത്. इसलिए सबसे पहले हमें अपने संस्कारों का परिवर्तन करने के लिए बहुत संकल्पों की शक्ति चाहिए, घनता चाहिए. നമ്മുടെ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നമുക്ക് നല്ലോണം സങ്കല്പങ്ങളുടെ ശക്തി ആവശ്യമാണ്, ദൃഢത സങ്കല്പങ്ങളിൽ ആവശ്യമാണ്. और जब हमारे बहुत श्रेष्ठ शुद्ध संकल्प चलते हैं, पवित्र संकल्प चलते हैं, कोई भी व्यर्थ और नेगेटिव संकल्प नहीं चलते, तो एक बहुत सुंदर आभा मंडल तैयार हो जाता है. നമ്മുടെ സങ്കല്പങ്ങൾ വളരെ ശ്രേഷ്ഠവും ശുദ്ധവുമാണ് എങ്കിൽ, പവിത്രമായ സങ്കല്പങ്ങളാണ്, ഒരു വ്യർത്ഥവും ഇല്ല, ഒരു നെഗറ്റീവും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല എങ്കിൽ അതിന്റെ ഫലം അന്തരീക്ഷം വളരെ വളരെ ശുദ്ധമായിരിക്കും, വളരെ ശ്രേഷ്ഠമായിരിക്കും. पहली सबसे श्रेष्ठ सुरक्षा का कवच है शुद्ध पवित्र संकल्पों में रहना. ആദ്യത്തെ സ്വരക്ഷ ശ്രേഷ്ഠമായിട്ടുള്ള വഴി ഇതാണ്. ശുദ്ധ സങ്കല്പങ്ങളുടെ കവചം നമ്മൾ സ്വയം സൃഷ്ടിക്കണം. അതാണ് ആദ്യത്തെ സ്വരക്ഷ നമ്മൾ ചെയ്യേണ്ടത്. क्योंकि चारों तरफ वर्तमान समय नेगेटिविटी बढ़ रही है. इस वायुमंडल में अनेक अशुद्ध आत्माएं जिनको जन्म नहीं मिला वो भटक रही हैं. अनेक वाइब्रेशंस जिनके अंदर नेगेटिव बातें हैं, पांचों विकारों की व्यवस्था है, उसका वातावरण बना हुआ है. കാരണം ഇന്നത്തെ അന്തരീക്ഷത്തിൽ വളരെയധികം നെഗറ്റിവിറ്റിയുടെ സ്വാധീനമുണ്ട്. ഒന്ന്, ശരീരമില്ലാതെ അലയുന്ന ആത്മാക്കൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ തന്നെയുള്ള വികാരങ്ങളുടെ വൈബ്രേഷൻസ്, ഇതൊക്കെയാണ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നെഗറ്റിവിറ്റി.
तो इस कलयुगी दुनिया में इसके वातावरण में रह करके आत्मा पवित्र बने, शुद्ध बने, संपूर्ण पावन बन जाए, उसके लिए बहुत पवित्र श्रेष्ठ संकल्पों की रचना करने की जरूरत है। അതുകൊണ്ട് ഈ കലിയുഗി അന്തരീക്ഷം, നെഗറ്റിവിറ്റി നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ സ്വയം ശുദ്ധ ആത്മാവായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സങ്കല്പങ്ങളിൽ വളരെയധികം ശുദ്ധത കൊണ്ടുവരണം എന്നുള്ളതാണ്. इसलिए सवेरे सवेरे बाबा हम सबको पॉजिटिव थिंकिंग का कोर्स मुरली सुनाता है। वरदान, स्लोगन, व्यक्ति सारे कितना खजाना देता है, जिस पर मनन करो, चिंतन करो। इसी से एक बहुत अच्छा सकारात्मक सोचने का अभ्यास होगा। പോസിറ്റീവായിട്ടുള്ള ശുഭമായിട്ടുള്ള ചിന്തകൾ രചിക്കാൻ വേണ്ടിയിട്ട് ബാബ എല്ലാ ദിവസവും രാവിലെ തന്നെ നമുക്ക് തരുന്ന പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ക്ലാസ് ആണ് മുരളി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ മനനം ചെയ്യാൻ നല്ല നല്ല പോയിന്റുകൾ ബാബ തരുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ശുഭമായ ചിന്തനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിലൂടെ എത്ര എനർജി നമുക്ക് കിട്ടും. बीच बीच में मन को बहुत शक्तिशाली बनाने के लिए, क्योंकि व्यर्थ की उत्पत्ति कमजोर मन में ही होती है। വ്യർത്ഥ ചിന്തകൾ വരുന്നത് ബലഹീനമായിട്ടുള്ള മനസ്സിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിന്റെ ട്രാഫിക് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാബു പറയാറുണ്ട്. इसलिए मन को सशक्त, शक्तिशाली, समर्थ बनाने के लिए अच्छा संग, अच्छा भोजन, अच्छा चिंतन चाहिए. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ ശക്തിശാലിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ നല്ല ഭോജനം ഉണ്ടായിരിക്കണം, നല്ല ചിന്തനങ്ങൾ ഉണ്ടായിരിക്കണം, നല്ല സങ്കല്പങ്ങൾ മനസ്സിൽ രചിക്കണം. जो स्वचिंतन करते हैं, शुभ चिंतन करते हैं, उनका एक पूरा बनता है, आभा मंडल बनता है, जिससे वो आत्मा बहुत सुरक्षित अपने को महसूस करती है. അപ്പൊ നല്ല ചിന്തനങ്ങൾ മാത്രം രചിക്കുന്ന ഒരു ആത്മാവിന്റെ ഇത് തെളിവിതാണ്, അവർക്ക് ചുറ്റും നല്ല ഒരു പ്രകാശ വലയം ഉണ്ടായിരിക്കും. പോസിറ്റീവ് എനർജിയുടെ ശുഭചിന്തകളുടെ ഒരു പ്രഭാ വലയം തന്നെ ഉണ്ടായിരിക്കും. आजकल विकारों के कारण, स्वार्थ के कारण, ईर्ष्या के कारण, अनुमान के कारण कई प्रकार की ऐसी छोटी छोटी माया की बहुत रचना है, जिसके कारण लोग एक दूसरे से जलते हैं, नफरत करते हैं। कोई आगे बढ़ता है तो उसको पीछे खींचते हैं। और ऐसे समय में हम अपने आप को सुरक्षित रख सकें, उसकी बहुत ज़रूरत है. എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം അങ്ങനെയാണ്. എല്ലാവരുടെ ഉള്ളിലും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. സ്വാർത്ഥതയുടെ പേരിലായിരിക്കാം, അസൂയയുടെ പേരിലായിരിക്കാം, തെറ്റിദ്ധാരണകളുടെ പേരിലായിരിക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ നിന്നെല്ലാം സുരക്ഷിതമായിരിക്കാൻ നമ്മൾ വളരെയധികം നമ്മുടെ മേലെ ശ്രദ്ധ വയ്ക്കണം. അതിനാണ് ശുഭചിന്തകൾ നമ്മൾ സ്വയം രചിക്കണം എന്ന് പറയുന്നത്. जब कोई आगे बढ़ने लगते हैं तो उनको खींचने वाले बहुत हो जाते थे. ആരെങ്കിലും മുന്നോട്ട് ഉയരുന്നു എന്ന് കാണുമ്പോൾ അവരെ താഴെ ഇടാൻ വേണ്ടിയിട്ട് പുറകുന്ന് പിടിച്ചു വലിക്കും. അതെല്ലാം നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. कोई अनुमान लगा करके नाम खराब करने की कोशिश करते हैं, बदनाम करने की कोशिश करते हैं. बहुत कुछ ईर्ष्या, द्वेष, नफरत के कारण, अनुमान के कारण वार होते हैं माया के. വെറുതെ നമ്മളുടെ മേല് ചിലപ്പോ എന്തെങ്കിലും ഒരു അസൂയയോ ദേഷ്യമോ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളെ താഴേക്ക് വലിച്ചിടാൻ വേണ്ടി തന്നെ നമ്മളെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തും. തെറ്റിദ്ധാരണകൾ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാക്കും. അപ്പൊ അതെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. इसलिए बाबा एक शब्द बड़ा मीठा यूज करते हैं, बच्चे छुई हुई नहीं बनो. टच किया और मुरझा गया, ऐसे नहीं बनो. അതുകൊണ്ട് ബാബ എപ്പോഴും നമ്മുടെ അടുത്തൊരു വാക്ക് പറയാറുണ്ട്, കുട്ടികളെ നിങ്ങൾ തൊട്ടാ വാടിയാകരുത്, ആരെങ്കിലും തൊടുമ്പോഴേക്കും അങ്ങ് വാടി പോകുന്ന പോലെ ആകരുത്. अपने आप को खुद शक्तिशाली बनाओ, अपने मन को बहुत मजबूत करो. कोई कुछ भी कहेगा, नीचे ऊपर बातें होंगी, नुकसान भी होगा. दुनिया ऐसी है, विनाशी चीज़ें हैं, तो उसमें हमें अपनी स्थिति नहीं बिगाड़नी है.
അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ സ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം, ശക്തിശാലിയാക്കി വെക്കണം, മനസ്സിനെ ശക്തിശാലിയാക്കി വെക്കണം. ആരെന്ത് പറഞ്ഞാലും ശരി, അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വരുന്ന പോലെ ഉണ്ടായി, വസ്തുവൈഭവങ്ങളാണെങ്കിലും ശരി, വ്യക്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, പരിതസ്ഥിതികൾ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ശക്തിശാലിയാക്കി വെക്കാൻ വളരെ ശ്രദ്ധ കൊടുക്കണം. 3-4 दिन पहले बाबा ने एक बहुत सुंदर वरदान दिया था कि बच्चे संगम युग पर हर एक ब्राह्मण के पास श्रेष्ठ स्थिति का मेडल होना चाहिए. കഴിഞ്ഞ ദിവസത്തെ മുരളിയില് വരദാനത്തില് ബാബ പറഞ്ഞതാണ്, ഈ സംഗമയുഗത്തിലെ ഓരോ ബ്രാഹ്മണ കുട്ടിയുടെ അടുത്തും ശ്രേഷ്ഠ സ്ഥിതിയുടെ മെഡൽ ഉണ്ടായിരിക്കണം. जो कुछ हम सब कर रहे हैं पुरुषार्थ वो अपनी श्रेष्ठ स्थिति बनाने के लिए कर रहे हैं. നമ്മൾ എന്ത് പുരുഷാർത്ഥം ചെയ്യുന്നതും നമ്മുടെ സ്ഥിതി ശ്രേഷ്ഠമാക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. अगर छोटी छोटी बातों में स्थिति डगमग होती है, मूड खराब होती है, अपसेट हो जाते हैं, स्थिति कहाँ है? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥിതി ഡൗൺ ആവുകയാണ്, മൂഡ് ഓഫ് ആകുകയാണ്, അപ്സെറ്റ് ആകുകയാണെങ്കിൽ പിന്നെ നമുക്ക് സ്ഥിതി ഉണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? श्रेष्ठ स्थिति का आधार है श्रेष्ठ चिंतन, श्रेष्ठ स्मृतियां. ശ്രേഷ്ഠ സ്ഥിതിയുടെ ആധാരം ശ്രേഷ്ഠ ചിന്തനങ്ങളാണ്, ശ്രേഷ്ഠ സ്മൃതികളാണ്. बाबा ने हमें सब प्रकार की स्मृतियां दिलाई है. पूरा ज्ञान ही स्मृति दिलाने का है. विस्मृति हो गई थी, स्मृति दिला दिया. മുഴുവൻ ജ്ഞാനവും തന്നെ നമ്മൾ മറന്നുപോയ കാര്യങ്ങളുടെ സ്മൃതി ഉണർത്താൻ വേണ്ടിയിട്ടാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ സ്മൃതി ഉണർത്തലാണ്. എത്ര എത്ര ശ്രേഷ്ഠ സ്മൃതികളാണ് ബാബ നമുക്ക് നൽകിയിട്ടുള്ളത്. चारों ही सब्जेक्ट स्मृति के आधार पर है. ज्ञान की स्मृति दिया, आप आत्मा हो, परमात्मा परमधाम निवासी आपके पिता हैं, घर वो है, पाठ बजाने के लिए आए हो, स्मृति दिलाई, अंधेरा दूर हो गया. 4 വിഷയവും സ്മൃതിയുടെ ആധാരത്തിലാണ്. ഇപ്പൊ ജ്ഞാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാബ സ്മൃതി തന്നില്ലേ, ഞാൻ ആത്മാവാണ്, ഞാൻ പരംധാം നിവാസിയാണ്, പരമാത്മാവിന്റെ കുട്ടിയാണ്, പാർട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാൻ താഴേക്ക് വന്നതാണ്. അപ്പൊ ഈ അറിവ് കിട്ടിയപ്പോ സ്മൃതി വന്നപ്പോൾ തന്നെ അന്ധകാരം ഉള്ളിൽ നിന്ന് പോയില്ലേ? योग तो ही स्मृति, योग काटती है परमात्मा की स्मृति में रहना. യോഗം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താണ്? സ്മൃതിയാണ്, ആത്മാവ് പരമാത്മാവിന്റെ സ്മൃതിയിലേക്ക്. 58AA 3843 സ്കോഡ കാർഡ് ആരെയാണെന്ന് വെച്ചൊന്ന് മാറ്റണം, തടസ്സമായിട്ട് നിൽക്കണം. 58AA 3843 സ്കോഡ കാർഡ്. धारणाएं भी बाबा ने स्मृति दिला दी कि बच्चे तुम देवता थे, तुम्हें ये बनना है. स्मृति आ गई कि दिव्य गुण हमारे जीवन का श्रृंगार है, हमें दिव्य गुण अपने जीवन में धारण करने हैं. स्मृति आते ही वो देवता ही गुण लक्षण जीवन में आ गए. ധാരണയുടെ വിഷയമാണെങ്കിലും സ്മൃതിയാണ് ബാബ ഉണർത്തിയത്. നിങ്ങൾ ദേവതയായിരുന്നു. ആ സ്മൃതി വന്നപ്പോഴാണ് നമുക്ക് അറിയുന്നത് നമ്മുടെ ഉള്ളിലെ ദൈവീക ഗുണങ്ങളാണ് വേണ്ടത്. ദേവതാത്മാവിന്റെ ദൈവീക ഗുണങ്ങളാണ് ധാരണ ചെയ്യുന്നത്. ആ സ്മൃതി ഉണർന്നപ്പോഴല്ലേ ആ ഗുണങ്ങൾ ധാരണ ചെയ്യാൻ നമ്മൾ തുടങ്ങിയത്. सेवाओं में भी स्मृति दिला दी कि यही आपकी सारी रचना, आपके ही सब भाई बहने हैं, सब एक दूसरे के साथी हो, सहयोगी हो, सेवादारी हो. यही राजाई पद की स्थापना, राजाई घराने की स्थापना हो रही है. स्मृति दिलाई बाबा ने. സേവനത്തിന്റെ വിഷയത്തിലും ബാബ സ്മൃതി ഉണർത്തുകയാണ് ചെയ്തത്. നമുക്ക് മനസ്സിലാക്കി തന്നു, എല്ലാവരും എന്റെ തന്നെ സഹോദരി സഹോദരന്മാരാണ്, എന്റെ സഹോദര ആത്മാക്കളാണ്. ഇപ്പോ വിശ്വത്തില് നമ്മുടെ രാജധാനിയുടെ സ്ഥാപനയാണ് നടക്കാൻ പോകുന്നത്. ഈ സ്മൃതിയെല്ലാം നമുക്ക് ഉണർത്തി തന്നത്. तो चारों सब्जेक्ट की स्मृति जितना हम स्वरूप में रहते हैं उतना हमारी स्थिति अच्छी बन जाती है. ഈ 4 വിഷയത്തിന്റെ ആധാരത്തിൽ എത്രമാത്രം ശ്രേഷ്ഠ സ്മൃതി നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണർത്തി വെക്കുന്നു, അതനുസരിച്ച് നമ്മുടെ സ്ഥിതിയും നല്ല ശ്രേഷ്ഠമായിരിക്കും.
इन स्मृतियों में रहना ही स्वदर्शन है, स्व का दर्शन। ഈ സ്മൃതികളിൽ ഇരിക്കുന്നതിനെ തന്നെയാണ് സ്വദർശനം ചെയ്യുക, സ്വയത്തെ ദർശിക്കുക എന്ന് പറയുന്നത്. इससे अपने आप माया का गला कट जाता है। ഓട്ടോമാറ്റിക്കലി മായ പിന്നെ നമ്മുടെ അടുത്തേക്ക് വരില്ല, മായ ദൂരെയാകും. हम सब मायाजीत बन जाते हैं। മായാജീത് ഓട്ടോമാറ്റിക്കലി ആകും. पहले अपने स्वरक्षक बन करके स्वयं के लिए रक्षा कवच तैयार करो। അതുകൊണ്ട് ആദ്യം സ്വരക്ഷകനായി അവനവന് വേണ്ടി രക്ഷാ കവചം ഈ രീതിയിൽ, അതായത് ശ്രേഷ്ഠ സ്മൃതികളിൽ ഇരുന്ന് ശ്രേഷ്ഠ ചിന്തകൾ സദാ രചിച്ച് അവനവന്റെ രക്ഷകനാണ്. अपने बिस्तर से जब उठते हैं सुबह सुबह अमृत वेले, तो ऐसे अनुभव करो जैसे बाबा ने ऊपर से रक्षा कवच डाल दिया और मैं वो रक्षा कवच पहन करके निकल रहा हूँ घर से। वो रक्षा कवच अगर है तो कोई कुछ भी करे, तंत्र मंत्र जंत्र बहुत कुछ दुनिया में चल रहा है, उन सब में सेफ रह सकेंगे। കിടക്കയിൽ രാവിലെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അനുഭവം ചെയ്യണം. മേലെ നിന്ന് ബാബ എന്റെ ശിരസിന്റെ മേലെ ഒരു രക്ഷാ കവചമാണ് എനിക്ക് അണിയിച്ചു തരുന്നത്. ആ രക്ഷാ കവചമായിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. മുഴുവൻ ദിവസവും ആ രക്ഷാ കവചത്തിന്റെ ഉള്ളിലായിരിക്കണം. പിന്നെ നമ്മുടെ മേല് ആര് എന്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മന്ത്രതന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മളെ ബാധിക്കില്ല. कोई भी मैली विद्या का प्रभाव नहीं पड़ सकता है अगर हमने रक्षा कवच पहना है तो। मैली विद्या उसको बोलते हैं, मैली विद्या जो ബ്ലാക്ക് മാജിക്. അതാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയില്ലേ, എന്താ പറയുന്നത്, അങ്ങനത്തെ ഒന്നും ബാധിക്കില്ല. इसलिए स्वरक्षक बन करके फिर हम मर्यादाओं का रक्षा करें। बाबा ने जो मर्यादाओं की रेखा खींची है उस रेखा का कभी उल्लंघन ना हो। ആദ്യം സ്വരക്ഷ ചെയ്യണം. രണ്ടാമത്തത് ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഈശ്വരീയ മര്യാദകൾ, ആ മര്യാദകൾ നമ്മൾ എപ്പോഴും രക്ഷിച്ചു വയ്ക്കണം. ആ മര്യാദകളെ ഒരിക്കലും നമ്മൾ ലംഘിക്കാൻ പാടില്ല. कितना अच्छा यादगार रामायण के अंदर दिखाते हैं, जब सीता जी पलट नहीं सकी माया के रूप को, राम की आवाज को, लक्ष्मण ने उनके सामने एक रेखा खींची सुरक्षा के लिए। ये रेखा खींच रहा हूँ माता, तुम इससे बाहर नहीं निकलना, क्योंकि यहाँ बहुत सारा मायावी वायुमंडल है। रेखा खींचते, लक्ष्य मन रेखा, मन को जो लक्ष्य दिया है वो रेखा है। उस रेखा का अगर उल्लंघन किया तो रावण शोक वाटिका में ले जाएगा। രാമായണത്തിൽ എത്ര നല്ല ഉദാഹരണമാണ് കാണിച്ചിട്ടുള്ളത്. സീതാദേവി ലക്ഷ്മണ രേഖ ലംഘിച്ചപ്പോ രാവണന്റെ പിടിയിൽ വിട്ടു. അത് യഥാർത്ഥത്തിൽ അർത്ഥം ഇതാണ്, ലക്ഷ്മണ രേഖ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ലക്ഷ്മണ രേഖ. പക്ഷെ എന്നാണോ നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത്, അപ്പോ മായ നമ്മളെ തീർച്ചയായിട്ടും മായയുടെ വശത്താകും. എന്ന് പറഞ്ഞാൽ മര്യാദകൾ ലംഘിച്ച് നമ്മൾ കടന്നാൽ തീർച്ചയായിട്ടും മായ നമ്മളെ പിടിക്കും. അപ്പൊ നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള, മനസ്സിന് ലഭിച്ചിട്ടുള്ള ലക്ഷ്യം എന്താണ്? बाबा ने लक्ष्य दिया ना, मन को लक्ष्य दिया है तुम्हें मनुष्य से देवता बनना है, लेकिन देवता बनने के पहले शूद्र से ब्राह्मण, ब्राह्मण से फरिश्ता, फरिश्ता से देवता, स्टेप्स हैं। तो ये लक्ष्य जो है हमें पक्का ब्राह्मण बनना है, फिर फरिश्ता बनना है, फिर देवता बनना है। इस लक्ष्य से मन को हटाना नहीं। അപ്പൊ നമുക്ക് ബാബ തന്നിട്ടുള്ള ലക്ഷ്യമാണ് മനുഷ്യനിൽ നിന്ന് ദേവത. പക്ഷെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ശൂദ്രനായിട്ട് നമ്മൾ വന്നു, ബ്രാഹ്മണനായി. അപ്പോൾ പക്ക ബ്രാഹ്മണനാവുക ആദ്യത്തെ ലക്ഷ്യം. ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്ഠയാവുക, ഫരിഷ്ഠയിൽ നിന്ന് ദേവതയാവുക. അപ്പൊ ഈ ലക്ഷ്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ ദൃഢമായിരിക്കും. सच्चे के ब्राह्मण के लक्षण हमारे जीवन में आए। അപ്പൊ സത്യമായ പക്ക ബ്രാഹ്മണന്റെ ലക്ഷണങ്ങൾ എന്താണോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ വന്നിട്ടുണ്ടോ? उसके लिए मर्यादाएं क्या है?
അപ്പൊ പക്ക ബ്രാഹ്മണന്റെ മര്യാദകൾ എന്തൊക്കെയാണ്? एक है दृष्टि के लिए मर्यादा। ആദ്യത്തെ ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബാബ തന്നിട്ടുള്ള മര്യാദ. दृष्टि केवल आत्मिक दृष्टि रहे, शरीर को देखते भी नहीं देखना। ये सर्प है और आत्मा मणि है, मणि को देखने का अभ्यास। ദൃഷ്ടിക്ക് ബാബ തന്നിട്ടുള്ള മര്യാദ ഇതാണ്. ഏതുപോലെ നാഗത്തിന് മണിയുണ്ട്, അതുപോലെ നമ്മുടെ ഈ ശരീരമാകുന്ന നാഗത്തെ നോക്കരുത്, അതിൻ്റെ ഉള്ളിലുള്ള മണി ആത്മാവിനെ മാത്രമാണ് നോക്കേണ്ടത്. बहुत सारी मुरलियां साकार बाबा की आत्मा को सिविलाइज्ड बनाना, क्रिमिनलाइज्ड खत्म हो जाए, उस पर बहुत बाबा ने समझाया। दृष्टि बहुत धोखा देती, आंखें बहुत धोखा देती। जो चीज़ देखते हैं या तो विकारी संकल्प आते हैं या लोग वृत्तियाँ, लालच की वृत्तियाँ, खाने की वृत्ति, एक आलू भी उठा लूँ, तो कई प्रकार की माया दृष्टि के द्वारा अंदर प्रवेश करती है. സാധാരണ മുരളിയിൽ ഒരുപാട് ബാബ നമുക്ക് അറ്റൻഷൻ തന്നുകൊണ്ടിരിക്കുന്നതാണ് ദൃഷ്ടിയുടെ മേൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൾ സിവിലൈസ്ഡ് ആക്കുന്ന ബാബ എപ്പോഴും പറയാറുണ്ട്. അതായത് വികാരി ദൃഷ്ടി വരാൻ പാടില്ല, എന്തെങ്കിലും കാണുമ്പോഴേക്കും ഉള്ളിൽ വികാരങ്ങളുടെ ചിന്തകൾ വരാൻ പാടില്ല. അതുപോലെ ലോഭത്തിന്റെ, അത്യാർത്ഥിയുടെ, കഴിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനുള്ള ഒരു ആകർഷണം വരെ, കഴിക്കാൻ പാടില്ലാത്തതായിരിക്കും, അപ്പൊ അത് കഴിക്കാൻ തോന്നുന്നു. അപ്പൊ ദൃഷ്ടിയിലൂടെ തന്നെ മായ നമ്മളെ വളരെയധികം ശല്യം ചെയ്യും. അതാണ് ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബാബ പ്രത്യേകിച്ച് മര്യാദ തന്നിട്ടുള്ളത്. दृष्टि से जब कोई चीज जाती है अंदर, तो उसके बाद जब बार बार कोई संकल्प चलते हैं तो वृत्तियां बनने लगती हैं. उसकी वृत्तियां अंदर अंदर चलते चलते बार बार सुमिरन करने से वृत्ति बन जाते हैं. हमारा एटीट्यूड, वृत्ति ऐसी हो गई, कहते दृष्टिकोण ऐसा हो गया, यही ऐसा, यही ऐसा. कैसे बन गया? बार बार संकल्प चलाने से. നമ്മുടെ ഭാവന, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ ദൃഷ്ടികോൺ എന്നല്ലേ പറയുന്നത്, മനോവൃത്തി എന്ന് പറയും. അത് ഉള്ളിൽ മുദ്രടിച്ച പോലെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഷ്ടിയിലൂടെ നമ്മൾ അകത്തേക്ക് വീണ്ടും 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 എന്താണോ എടുത്തത്, ദൃഷ്ടിയിലൂടെ നമ്മൾ അകത്തേക്ക് വീണ്ടും വീണ്ടും എടുത്തതാണ് നമ്മുടെ ഉള്ളിലെ മനോവൃത്തിയായിട്ട് അവിടെ സ്റ്റോർ ആകും. അപ്പൊ അത് പിന്നെ മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ദൃഷ്ടിയിലൂടെ എടുത്തത് ഉള്ളിൽ സ്റ്റോർ ആകും. हमारी वृत्तियां अनासक्त हो, उपराम वैराग्य की हो, तब ये वृत्तियां शुद्ध होंगी और कंट्रोल में रहेंगी. അപ്പൊ ദൃഷ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മനോവൃത്തി മോശമാകും. അപ്പൊ അതുകൊണ്ട് ബാബ നമ്മുടെ മനോവൃത്തി എപ്പോഴും അനാസക്ത വൃത്തിയായിരിക്കണം എന്ന് പറയാറുണ്ട്. ഒന്നിനോടും ഒരു പ്രത്യേക ആകർഷണമോ അല്ലെങ്കിൽ വികാരത്തിന്റെ ഇതോ അതൊന്നും വരാത്ത അനാസക്ത വൃത്തിയായിരിക്കണം ഒരു പക്ക ബ്രാഹ്മണന്റെ ഉള്ളിൽ വേണ്ടത്. और उसके बाद आती है स्मृति. स्मृति, दृष्टि, वृत्ति, स्मृति. स्मृति के लिए मर्यादा है कि जो कुछ बीत गया वो पृष्ठा, उसका चिंतन नहीं करना. बीती सो बीती, वो इतिहास हो गया. മൂന്നാമത്തേത് സ്മൃതി. ആദ്യം ദൃഷ്ടി പറഞ്ഞു, ദൃഷ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ വൃത്തി, വൃത്തിയിലേക്ക് എന്തെങ്കിലും പോയാൽ പിന്നെ അത് പോവാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തേതാണ് സ്മൃതി എന്ന് പറയുന്നത്. അതായത് സ്മൃതിക്ക് വേണ്ടിയിട്ട് ബാബ തന്നിട്ടുള്ള മര്യാദ ഇതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട. ഫുൾ സ്റ്റോപ്പ്. जो कुछ हुआ पास्ट में देहाभिमान के कारण बहुत भूले हुई हैं, पाप हुए हैं, कई अवज्ञाएं हुई हैं. बाबा कहते बच्चे भूल जा, भूल जा. नहीं बोलता है तो बाबा के सामने बैठो, सच्चे दिल से बाबा को सुना करके बाबा से माफी लो और वायदा करो बाबा फिर से नहीं होगा. ये स्मृति को श्रेष्ठ बनाने का साधन है. സ്മൃതി എപ്പോഴും ശ്രേഷ്ഠമാക്കി വെക്കാനുള്ള ഒരു പുരുഷാർത്ഥം ഇതാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അഥവാ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്തു എങ്കിൽ അത് ബാബയുടെ മുന്നിൽ പോയി ഇരുന്ന് ബാബയുടെ അടുത്ത് തുറന്നു പറഞ്ഞ് ബാബയുടെ അടുത്ത് സോറി പറയുക. എന്നിട്ട് അത് മറന്നു കളയും. ഒരിക്കലും അത് പിന്നെയും പിന്നെയും നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല. എന്നതേക്കുമായിട്ട് അത് മാറ്റി കളയും. कल क्या होगा उसका चिंतन नहीं, जो होगा बहुत अच्छा होगा. അതുപോലെ സ്മൃതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തെ കുറിച്ചിട്ടുള്ള ചിന്തകൾ. നാളെ എന്താകും, നാളെ എന്താകും, അതും പാടില്ല. നാളെ നല്ലത് തന്നെ നടക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ बीते हुए का चिंतन नहीं, आने वाले की चिंता नहीं.
അതായത് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കരുത്, ചിന്തനം ചെയ്യരുത്. വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. വർത്തമാന സമയം നല്ലതാക്കി വെക്കുക. वर्तमान को कहते हैं प्रेजेंट है, जो बीत गया उसको भूतकाल कहते हैं, आने वाला रहस्य है, लेकिन वर्तमान जो है वो गिफ्ट है. അപ്പൊ കഴിഞ്ഞു പോയതിനെ ഭൂതകാലം എന്നാ പറയുന്നത്, വരാനിരിക്കുന്നതിനെ പറയുന്നത് രഹസ്യം എന്നാണ്. എന്താണോ ഇപ്പോ അതാണ് പ്രസന്റ്, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. तो स्मृति स्वरूप बन करके रहना, एक बाबा दूसरा न कोई, स्मृति में बस एक को बसाना. അപ്പൊ സ്മൃതിക്ക് വേണ്ടി ബാബ തന്ന മര്യാദ ഇതാണ്, സ്മൃതി സ്വരൂപമായിട്ട് ഇരിക്കുക, പ്രസന്റ് ടൈം. ഒരേ ഒരു ബാബ മാത്രം എനിക്ക്, ഒരേ ഒരു ബാബയുടെ മാത്രം സ്മൃതിയിൽ ഇരിക്കുക. चौथी है बोल की मर्यादा, इस पर बहुत ध्यान देना. നാലാമത്തേതാണ് നമ്മുടെ സംസാരത്തിന്റെ മര്യാദ. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. बोल की एनर्जी बहुत बहुत जरूरी है, बचाना, बोल को बचाना. എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന എനർജി ഒരുപാടാണ്. അതുകൊണ്ട് ആ എനർജി പോകാതെ നമ്മൾ സംരക്ഷിക്കണം, വേസ്റ്റ് ആവരുത്. बोल बड़े अनमोल है. പറയാറുണ്ട് വാക്കുകൾ വളരെ അമൂല്യമായിരിക്കണം. वही बोल बोलो जो सिद्ध होने वाले हो. അതായത് നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. और इतना बोलो जो शाम के समय अगर बैठो तो पता चले कितने बोल बोले, गिनती कर सको. ആവശ്യമുള്ളത് മാത്രം പറയാ, ശരിക്കും നടക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയാം. അപ്പൊ സന്ധ്യയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും നോക്കുമ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് നമുക്ക് അറിയാൻ സാധിക്കണം, എണ്ണാൻ പറ്റണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. അത്രയും സംസാരിക്കാൻ പാടും. इसलिए महान आत्माओं के बोल को महावाक्य कहा जाता है. അതുകൊണ്ടാണ് മഹാനാത്മാക്കളുടെ മുഖത്ത് നിന്ന് വരുന്ന വാക്കുകളെ മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത്. और सबकी इच्छा होती है कि ये बड़े लोग हमारे लिए कुछ तो बोले, बाबा हमको कुछ तो बोले, बड़े कुछ तो कहें. वो महावाक्य सुनने की इच्छा होती है. അതുകൊണ്ടാണല്ലോ മഹാനാത്മാക്കളുടെ മുഖത്തിൽ നിന്ന്, ഇപ്പൊ ബാബയുടെ ആണെങ്കിലും ബാബ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദാദിമാരാണെങ്കിലും മുതിർന്നവരാണെങ്കിൽ മഹാനാത്മാക്കളുടെ മുഖത്തിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, ആ മഹാവാക്യങ്ങളെ കേൾക്കാൻ വേണ്ടി. और ये देखा है हम लोगों ने, दादियों के वाक्य जो बोलती हो जाता. जहाँ भी कोई बात हुई दादियों को बताया, ठीक हो जाएगा, ठीक हो जाएगा. इतना कहने से ही सब ठीक हो जाता है. इतने वाक्य सिद्ध होने लगे उनके. നമ്മുടെ എല്ലാം അനുഭവമാണ്. ദാദിമാരുടെ മുഖത്ത് നിന്ന് ദാദിമാർ എന്ത് പറഞ്ഞോ അത് നടന്നിട്ടുണ്ട്. ഇപ്പൊ ദാദിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ദാദി ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ദാദി പറയും എല്ലാം ശരിയാകും എന്ന് പറയും. ദാദി അങ്ങനെ പറഞ്ഞു, ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാകും. कभी कभी दादी जानकी के पास जाते थे, पत्र लिखे, समाचार लिखे, दादी ऐसा हुआ, इस सेंटर पर ऐसा हुआ, यहाँ ऐसा हो गया, तो बहुत प्यार से कहते थे सब ठीक हो जाएगा, बाबा बैठा है, बाबा बैठा है, सब ठीक हो जाएगा. ജാനകി ദാദിയുടെ അടുത്ത് രാജുഭായിജി പറയാണ്, കുറെ സെൻട്രലിലത്തെ കുറെ ന്യൂസും അങ്ങനെയുള്ള ലെറ്ററും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പറയാൻ വേണ്ടി പോകും. ദാദിയുടെ അടുത്ത് എല്ലാം പറയുമ്പോൾ ദാദി പറയും ഒന്നും സാരില്ല, എല്ലാം ശരിയാകും, ബാബ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാകും അങ്ങനെ പറയും. उनका एक वाक्य रहता था, डोंट थिंक, सोचना ही नहीं. ദാദി ജാനകി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഡോണ്ട് തിങ്ക്, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. कोई भी व्यर्थ बातें सोचो नहीं, सब ठीक, बाबा बैठा, सब ठीक. മീൻസ് വ്യർത്ഥമായിട്ട് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട, ബാബ ഇരിക്കുന്നുണ്ടല്ലോ, എല്ലാം ശരിയാകും. तो इन दादियों ने अपने वाक्यों को महावाक्य बना लिया. कैसे? कम बोला, धीरे बोला, जो जरूरी है वही बोला, नहीं बोला, चुप. അങ്ങനെയാണ് ദാദിമാർ അവരുടെ മുഖത്ത് നിന്ന് വന്ന വാക്കുകളെ മഹാവാക്യങ്ങളാക്കിയത്. കുറച്ചേ സംസാരിച്ചുള്ളൂ, പതിയെ സംസാരിച്ചുള്ളൂ, എന്താണോ വേണ്ടത് നടക്കേണ്ടത് അത് മാത്രമേ പറഞ്ഞുള്ളൂ. इस भट्टी से एक लक्ष्य लेके जाना, जहाँ पर भी कोई टकराव हो, जहाँ पर भी मनमुटाव हो, झगड़े हो, उसका मूल कारण है अधिक बोलना. चुप हो जाओ, शांत हो जाओ, सब ठीक हो जाएगा. നമുക്ക് തന്നെ അറിയാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ മുഖ്യ കാരണം ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചിട്ടാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭക്തിയിൽ നിന്ന് പോകുമ്പോൾ ലക്ഷ്യം വെക്കണം, മിണ്ടാതിരിക്കാൻ പഠിക്കണം, ആവശ്യമില്ലാതെ സംസാരിക്കരുത്. बाबा का एक शब्द मुरली में सुनते होंगे बच्चे, मुंह में मुहरा डाल लो। मुलहरा माना वो कॉइन को पता, कॉइन एक गोल गोल एक जैसे कोई चीज होती ना, तो जब मुंह में रख लेंगे तो बोल ही नहीं पाएंगे। सामने वाला अगर कुछ बोल रहा है और हमने मुंह में कुछ रखा हुआ है तो हम बोल ही नहीं सकेंगे, तो झगड़ा नहीं होगा। ഇപ്പോൾ സാധാരണ മുരളിയിലൊക്കെ ബാബ പറയുന്നത് കേട്ടിട്ടില്ലേ, അതായത് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വരുമ്പോൾ നിങ്ങളുടെ വായിൽ നാണയം ഇടുമെന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റില്ല, അത് വായിലിട്ടാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല. बहुत कुछ बोल रहा है, दूसरा चुप है, तो अपने आप झगड़ा खत्म हो जाएगा। ഒരാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുക, നമ്മൾ മിണ്ടാതിരിക്കുക, ഓട്ടോമാറ്റിക്കലി ആ വഴക്ക് അവിടെ തീരുമല്ലോ. तो सब बाबा के बच्चों को बोल की मर्यादा पर बहुत ध्यान देना। मीठा बोलो, धीरे से बोलो, सरल बोलो और जो आवश्यक वही बोलो, बस चुप रहो। അതുകൊണ്ട് ബാബയുടെ കുട്ടികൾ അവരുടെ സംസാരത്തിന്റെ മേല് വളരെയധികം ശ്രദ്ധ വയ്ക്കണം. മധുരമായിട്ട് സംസാരിക്കൂ, കുറച്ച് സംസാരിക്കൂ, പതിയെ സംസാരിക്കൂ, സരളമായിട്ട് സംസാരിക്കൂ. और कर्म के लिए मर्यादाएं हैं, कभी भी कर्म का अभिमान ना जाए। അടുത്തതാണ് കർമ്മത്തിന്റെ മര്യാദ. കർമ്മത്തിന്റെ മേലെ ഒരിക്കലും നമുക്ക് അഭിമാനം വരരുത്. അതാണ് ബാബ തന്നിട്ടുള്ള മര്യാദ. इसलिए बाबा कहते हैं बच्चे सदा स्मृति में रखो, करावनहार बाबा करा रहा है, मैं क्या कर रहा हूँ। അതുകൊണ്ടാണ് ബാബ എപ്പോഴും നമ്മളോട് പറയാറ്, ഈ സ്മൃതി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ചെയ്യിപ്പിക്കുന്ന ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെ അഭിമാനം വരും? कितने भी अच्छे काम करो, खूब दान पुण्य करो, खूब सेवा करो, सब कुछ करो, ये ना मैंने किया, मैं करता हूँ, मेरा नाम हो, मेरी महिमा हो। जहाँ मैं आ जाता है बाबा कहता है मैं आया, मैला बना गया, वो किया हुआ सब खत्म हो गया। ചെയ്തത് വലിയ സേവനമായിരിക്കും, വലിയ കർമ്മമായിരിക്കും, പക്ഷെ ഉള്ളിലെ ബോധം വന്നു ഞാനാണ് ചെയ്തത്, ഞാൻ ഇത്രയും വലിയ കാര്യം ചെയ്തു, ഞാനുള്ള ബോധം വന്നിട്ടുണ്ടെങ്കിൽ അർത്ഥമായി ചെയ്തതിൽ ഫുൾ അഴുക്കായി എന്നാണ്. മൈലാപ്പുന്ന ഫുൾ അഴുക്കായി, കാര്യമായി. अच्छे कर्म किया, समर्पित किया, बाबा शुक्रिया करा दिया। അതുകൊണ്ട് നല്ല കർമ്മം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാബയ്ക്ക് അത് സമർപ്പണം ചെയ്തിട്ട് ബാബയോട് പറയാം, ബാബ താങ്ക്സ് ബാബ, ബാബ എനിക്ക് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചല്ലോ, എനിക്ക് അത് അവസരം തന്നല്ലോ, താങ്ക് യു ബാബ എന്ന് പറഞ്ഞിട്ട് ബാബയ്ക്ക് അത് സമർപ്പണം ചെയ്യും. और फिर व्यवहार की शुद्धि। व्यवहार जो है हमारा बहुत मिलनसार, एक दूसरे के साथ झुक करके चलना, सरलता के साथ दुआएं देना और दुआएं लेना, ये हमारा व्यवहारिक जीवन है, ये हमारी मर्यादा है। വ്യവഹാരത്തിൽ വരുമ്പോൾ എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിനയം. നമ്മൾ എല്ലാവരുടെ മുന്നിലും വിനയത്തിന്റെ പെരുമാറ്റമാണ് നമ്മുടെ അടുത്തത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, ആശീർവാദം കൊടുക്കൂ, ആശീർവാദം എടുക്കൂ. तो जब ये मर्यादाएं हम निरंतर पालन करते हैं ब्राह्मण जीवन में, तो ये मर्यादाएं हमारी रक्षा करती हैं और हम बाबा के यज्ञ के रक्षक बन जाते हैं। ഈ മര്യാദകൾ, ഇത്രയും പറഞ്ഞ 6 മര്യാദകളല്ലേ പറഞ്ഞത്, ബ്രാഹ്മണ ജീവിതത്തിലെ ഈ മര്യാദകളുടെ മേലെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ മര്യാദകൾ പാലിച്ച് പോകുന്ന ഒരു ബ്രാഹ്മണനാണെങ്കിൽ നമ്മൾ സ്വയം രക്ഷയും ചെയ്യുന്നു, ഒപ്പം യജ്ഞത്തെയും രക്ഷിക്കുകയാണ്. यज्ञ रक्षक बनने के लिए बहुत शुद्ध पवित्र विचार चाहिए। യജ്ഞത്തെ രക്ഷിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് വളരെ ശുദ്ധമായ പവിത്രമായ ചിന്തകളായിരിക്കണം നമ്മുടെ ഉള്ളിൽ. जहाँ पर भी छोटे बड़े यज्ञ हैं, सेंटर्स हैं, जहाँ ब्राह्मण रहते हैं, जहाँ रोज योग की धुनी जलती है, जहाँ पर यज्ञ है, चल रहा है, यज्ञ कोई पुण्य नहीं है, ये यज्ञ है तपस्या का। जहाँ योग चलता है, योग की अग्नि जहाँ पर ज्वलित है, यहाँ पर कोई विघ्न पड़ रहे हैं, माना कहीं न कहीं किसी न किसी मर्यादा का उल्लंघन है। ബാബയുടെ ചെറുതും വലുതുമായ എല്ലാ യജ്ഞങ്ങളും, ഇവിടെ യജ്ഞം എന്ന് പറഞ്ഞാൽ ബാബയുടെ സെന്ററാണ്. എന്ന് പറഞ്ഞാൽ എവിടെയാണോ യോഗത്തിന്റെ അഗ്നി ജ്വലിക്കുന്നത്, എല്ലാ സെന്ററിലും ബ്രാഹ്മണ കുട്ടികൾ യോഗം ചെയ്യുന്ന സ്ഥാനമാണ്.
അപ്പൊ ആ യോഗാഗ്നി ജ്വലിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു വിഘ്നം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ മര്യാദയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. और सबसे बड़ी मर्यादा का उल्लंघन, जहाँ पर भी कोई कंप्लेन आती है इस सेंटर पर ये विघ्न है, इस सेंटर पर ये विघ्न है, उसका कारण एक देखने में आता है व्यक्त और व्यर्थ, दो प्रकार का चिंतन। या तो वहाँ पर व्यक्त बातें होती, व्यक्त बातें माना संसार समाचार, इस सम्मान यहाँ ये हो रहा है, यहाँ ये हो रहा है, यहाँ ये हो रहा है। सेंटर पर ये दो बातें अगर न हो, व्यक्त और व्यर्थ, आपके घरों में भी अगर ये दो बातें न हो तो आपका घर सुरक्षित है, कोई भी नेगेटिविटी नहीं आएगी, कोई भी नहीं आएगा। लेकिन जहाँ पर व्यक्त और व्यर्थ, जो काम की बातें नहीं हम कर रहे हैं आपस में, माना वो नेगेटिव वातावरण बनता है और वहाँ ही विघ्न आते हैं। ഏത് സെന്ററിൽ വിഘ്നം വന്നു എന്ന കംപ്ലൈന്റ് വരുന്നുണ്ടോ അതിന് ഉറപ്പാണ് അവിടെ വിഘ്നം വരാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, അവിടെ വ്യക്തമായ കാര്യങ്ങൾ സംസാരിക്കുക, വ്യക്ത ലോകത്തിന്റെ കാര്യങ്ങൾ, ലൗകിക ലോകത്തിന്റെ കലിയുഗത്തിന്റെ എല്ലാ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ വ്യർത്ഥമായ കാര്യങ്ങൾ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ, കുറ്റങ്ങൾ, അതൊക്കെ വ്യർത്ഥത്തിൽ വരും. നമുക്ക് ഒരു നേട്ടവും ഇല്ലാത്ത, ആത്മാവിന്റെ ഉന്നതിക്ക് വേണ്ട ഒരു ഉപയോഗവും ഇല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ, അത് ലൗകിക വീട്ടിലാണെങ്കിലും ശരി, സെന്ററിലാണെങ്കിലും ശരി, നമ്മുടെ വ്യർത്ഥമായ കാര്യങ്ങളും ലോകത്തിന്റെ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചാൽ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും നെഗറ്റീവിന്റെ പ്രഭാവം വരും. അതാണ് വിഘ്നത്തിന്റെ കാരണം. इस मास की मुरलियों में, दो मुरलियों में विशेष अंडरलाइन बाबा ने कहा, साकार बाबा ने, एक बाबा ने कहा कि मेरे बच्चे मेरी कहना नहीं सुनते, माया की वो सुनते हैं, मेरा नहीं सुनते। मैं बच्चों को कहता हूँ, बच्चे सोने के 15 मिनट, आधा घंटा योग में रह करके बहुत अच्छी स्थिति बना करके फिर सोना। लेकिन वो बातें करते करते, मोबाइल देखते देखते, कई प्रकार के चिंतन करते करते सोते हैं। तो ऐसे सोने वालों को कैसे संकल्प आएंगे, कैसे स्वप्न आएंगे, उनका अमृत वेला कैसे होगा, कितने प्रकार के विघ्न रात को उनको सताएंगे। इसलिए बाबा की मानो, 10 मिनट भी योग करके बाबा को पोता में देके सो। ഈ മാസത്തിൽ തന്നെ 2 മുരളിയിലെ ബാബ ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മുരളിയിലെ ബാബ പറഞ്ഞതാണ്, ബാബയുടെ കുട്ടികൾ ബാബ പറയുന്നത് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ മായ പറയുന്നതാണ് കേൾക്കുന്നത്, ഞാൻ പറയുന്നത് അനുസരിക്കാറേ ഇല്ല. അതിൽ മെയിൻ ആയിട്ട് ബാബ പറഞ്ഞത്, എത്രയോ പ്രാവശ്യം ബാബ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് 15 മിനിറ്റോ അരമണിക്കൂറോ നിങ്ങൾ ബാബയുടെ അടുത്ത് വന്നിരുന്ന് യോഗം ചെയ്ത്, ബാബയോട് സംസാരിച്ച് യോഗം ചെയ്ത് ബാബയെ ഓർമ്മിച്ചിട്ട് വേണം ഉറങ്ങാൻ. പക്ഷെ ഇത് കുട്ടികൾ ചെയ്യാറില്ല. അതിന് പകരം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും, ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെയുള്ള വ്യർത്ഥമായ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സ്വപ്നം തന്നെ എങ്ങനെയായിരിക്കും? ഫുൾ നെഗറ്റീവ് സ്വപ്നങ്ങളായിരിക്കും, ചിന്തകൾ എങ്ങനെയായിരിക്കും, വൈബ്രേഷൻസ് എങ്ങനെയായിരിക്കും, പിന്നെ എങ്ങനെയാണ് അമൃതവേള നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ബാബ പറഞ്ഞത് നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കണം. രാത്രി ഉറങ്ങുന്നതിനേക്കാളും മുമ്പ് യോഗം ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. दूसरी बात बाबा ने कही कि बच्चे मुझे याद करके भोग लगा के भोजन खाओ। लेकिन बच्चे पहले पहले याद करते हैं, फिर बीच में भूल जाते हैं और माया आके खा लेती है, वो पहलवान बन जाती है और वो आपसे लड़ती है। രണ്ടാമത്തെ കാര്യം ബാബ പറഞ്ഞത് ഇതാണ്, ഭോഗ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പൊ ബാബ പറഞ്ഞു, കുട്ടികള് ഭോജനം കഴിക്കുന്ന സമയത്ത് ബാബയെ ഓർമ്മിച്ചിട്ട് കഴിക്കണം എന്നാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുട്ടികൾ ആദ്യത്തെ ഉരുള കഴിക്കുമ്പോൾ ഓർമ്മിക്കും, പിന്നെ ഫുള്ള് മറക്കും. മറന്നുണ്ടെങ്കിൽ ഇടയിൽ മായ വന്നിട്ട് കഴിക്കും, മായ ശക്തിശാലിയാകും. അപ്പൊ അതുകൊണ്ട് ഇതിലും നമ്മൾ ശ്രദ്ധിക്കണം. यज्ञ रक्षक बनने के लिए ये छोटी छोटी बातें अगर इन पर हमारा ध्यान रहता है तो एक बहुत अच्छा हम योग का किला बना सकते हैं। सेंटर है, सेवा स्थान है, प्रवृत्ति के घर हैं, अगर वहाँ पर एक बहुत अच्छा योग का कवच, योग का किला, सुरक्षित किला तैयार कर दिया जाए तो कोई भी अशुद्धि वहाँ आ ही नहीं सकती, विघ्न आ ही नहीं सकते। ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
നമ്മുടെ സെന്റർ അല്ലെങ്കിൽ നമ്മുടെ വീടാണെങ്കിൽ പോലും യോഗത്തിന്റെ ഒരു കവചം നമുക്ക് സെന്ററിന് ചുറ്റും ഉണ്ടാക്കാൻ സാധിക്കും. ഒരു സുരക്ഷാ വലയമാണ്. കാരണം യോഗത്തിന്റെ അന്തരീക്ഷം, നല്ല ശുഭമായ ചിന്തകളുടെ അന്തരീക്ഷം, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളുടെ അന്തരീക്ഷം മാത്രമാണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് സുരക്ഷാ വലയം. അത് വീടാണെങ്കിലും സെന്റർ ആണെങ്കിലും അത് യോഗത്തിന്റെ കവചമായിട്ട് മാറും. एक बात बहुत अंडरलाइन कर, कोई बड़े से बड़ा पेपर भी आए ना, शरीर का, मन का, धन का, संबंधों का, किसी भी प्रकार उस बड़े से बड़ी बात को छोटा बनाना सीखो। हो जाएगा, ठीक हो जाएगा, ठीक हो जाएगा। हमारी दादियों ने हमें बहुत प्यार से सिखाया, कोई भी बड़ी बात दिखाई देती बहुत बड़ी, ज़्यादा सोचो नहीं, सोचने से डिप्रेशन हो जाएगा, ठीक हो जाएगा। बड़ी बात को छोटा बना देना, कभी छोटी सी बात को सोच सोच करके वर्णन करके पहाड़ नहीं बनाओ। लेकिन आदत क्या है, छोटी सी बात आ गई, कोई ने कुछ कह दिया, कुछ हो गया नीचे ऊपर, उसको सोच सोच करके एकदम तनाव में आ जाते हैं। ऐसा हुआ, मेरे साथ ऐसा हुआ, इसके साथ ऐसा। बाबा कहता है जो भी होता है कोई हिसाब किताब होगा, पूरा हो गया, उसका वर्णन क्यों कर रहे हैं? वर्णन करो, वर्णन फुल स्टॉप लगाने की आदत डालो। അതുപോലെ തന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന് ഉടനെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം. അല്ലാതെ പറയാറില്ലേ, ചെറിയ നിസ്സാര കാര്യത്തിനെ ചിന്തിച്ച് അല്ലെങ്കിൽ വർണ്ണിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് അതിനെ വലുതാക്കി മാറ്റാൻ പാടില്ല. അതിന് പകരം വലിയ എന്തുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലത്തെ ഭാവം അങ്ങനെയായിരിക്കണം. അത് സാരമില്ല, അതൊക്കെ ശരിയായിക്കോളും. ദാദിമാരുടെ അടുത്ത് നമ്മൾ എന്ത് പോയി പറഞ്ഞാലും അവരങ്ങനെയല്ലേ പറയാന്ന് പറഞ്ഞത്, അത് സാരമില്ല, ബാബ ഇരിക്കുന്നുണ്ട്, ഒക്കെ ശരിയായിക്കോളും. ആ ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. ചെറുതിനെ വലുതാക്കുകയല്ല, വലിയ കാര്യങ്ങളും പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ സാരമില്ല, ശരിയായിക്കോളും. പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാനേ പാടില്ല. അത് ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്തോ കർമ്മ കണക്ക്, അത് കഴിഞ്ഞു, തീർന്നു അവിടെ. പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാനോ വർണ്ണിക്കാനോ പാടില്ല. यज्ञ रक्षक बनने के लिए केवल पहला पाठ, पवित्र बनो, योगी बनो। जो पवित्र और योगी है वही यज्ञ रक्षक है. നമ്മുടെ ആദ്യത്തെ പാഠം പക്കയാക്കിയാൽ മതി, പവിത്രമാകൂ, യോഗിയാകൂ. ആരാണോ ഇതിൽ ദൃഢമാകുന്നത് അവർ തന്നെയാണ് യജ്ഞ രക്ഷകൻ. जहाँ तक हमारी मन वचन कर्म शुद्ध और पवित्र होता जाता है उतना हम योगी बनते जाते हैं, और जितना हमारा योग अच्छा होता जाता है उतनी हमारी शुद्धता बढ़ती जाती है. दोनों एक दूसरे से कनेक्ट है. पवित्र है तो योगी है, योगी है तो पवित्र है. इसलिए ये यज्ञ रक्षक बच्चे के अंदर दोनों क्वालिटी है. योग इतना अच्छा है, बाबा कहा, बाबा के साथ कनेक्ट हो गया, उसकी किरणों ने घेरा बना दिया, छतरी बन गई, तो वो छत्र छाया बन जाती है जो सुरक्षा करती है यज्ञ की. അതായത് പവിത്രമാകും, യോഗിയാകും. പവിത്രതയും യോഗത്തിന്റെ ശക്തിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആരാണ് മനസ്സാ വാച കർമ്മണ പവിത്രം, അവർക്ക് നല്ല യോഗത്തിന്റെ സ്ഥിതി ഉണ്ടായിരിക്കും. യോഗത്തിലൂടെ അവർക്ക് ബാബയുടെ ശക്തിയുടെ അനുഭവം ചെയ്യാൻ പറ്റും. ആരാണ് നല്ല യോഗി, അവരുടെ ഉള്ളിൽ നല്ല ശുദ്ധത ഉണ്ടായിരിക്കും, പവിത്രതയുടെ ശക്തി ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല യോഗിക്ക് എപ്പോഴും ബാബയുടെ ആ ഒരു യോഗത്തിന്റെ കിരണങ്ങളുടെ, പവിത്രതയുടെ കിരണങ്ങളുടെ ഒരു ഛത്രഛായ ഉണ്ടായിരിക്കും, ഒരു കുടക്കീടുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ അവരെപ്പോഴും സുരക്ഷിതമായിരിക്കും. അപ്പൊ ആ സ്വസുരക്ഷതയുടെ ആധാരത്തിൽ അവർ യജ്ഞത്തെ എപ്പോഴും സംരക്ഷിക്കുന്നവരായിരിക്കും. और कुछ करो या न करो, लेकिन एक बहुत पवित्र शुद्ध संकल्पों में रमण करने की आदत है. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ സ്വയം തന്റെ ഉള്ളിൽ എപ്പോഴും പവിത്രമായ ശുദ്ധമായ സങ്കല്പങ്ങൾ മാത്രം രചിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയാൽ മാത്രം മതി. അത് തന്നെ രക്ഷാകവചമാണ്. ब्राह्मणों के बीच में कोई भी बाबा की समय की श्रीमत है, पर दुआ न दे. दुआएं दो, दुआएं लो. इस बार की मुरली चली पूरी, बच्चे कोई बद दुआ दे रहा है तो आप लो नहीं. अगर आपने ले लिया तो उसको एक के रिटर्न में 10 दुआएं दे दो, जिससे वो बद दुआ खत्म हो जाएगी. അതായത് ബാബ ഇപ്പൊ ഈ അടുത്ത മുരളിയിൽ കൂടി പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞത് ഇതാണ്. മാത്രമല്ല ഈ വർത്തമാന സമയത്ത് നമ്മളെല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്.
ആര് നമ്മളെ എന്ത് തന്നെ പറഞ്ഞാലും, ശാപവാക്കുകൾ പോലെ, വേദനിപ്പിക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും ശരി, ആരെന്ത് പറഞ്ഞാലും നമുക്കുള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ എല്ലാവർക്കും ആശീർവാദം കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്നും ആശീർവാദം മാത്രമേ ഉള്ളൂ. ഒരു പ്രാവശ്യം അവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ആ സങ്കല്പം ഉണ്ടായിരിക്കണം, 10 തവണ ഞാൻ അവർക്ക് ആശീർവാദം കൊടുക്കും. അപ്പൊ ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സുരക്ഷാ കവചം, യജ്ഞത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. स्वरक्षक, मर्यादा रक्षक और यज्ञ रक्षक बनने के लिए 3 छतरी हैं। एक है स्व का चिंतन, श्रेष्ठ चिंतन। दूसरा है दुआएं देना और लेना, वो छत्र छाया है। और तीसरा है बाबा की याद की छत्र छाया। हमेशा अनुभव करो, बाबा ने अपना बृहद हस्त मेरे मस्तक पर रखा है। वो छत्र छाया की तरह है। कोई भी माया का नेगेटिव वार मेरे ऊपर नहीं हो सकता। यज्ञ रक्षक बन जाओगे। അങ്ങനെ സ്വരക്ഷകനാകണമെങ്കിൽ, മര്യാദാ രക്ഷകനാകണമെങ്കിൽ, യജ്ഞ രക്ഷകനാകണമെങ്കിൽ ഛത്രഛായ നമുക്ക് വേണ്ടത് 3 എണ്ണമാണ്. ഒന്ന് സ്വചിന്തനം, ശ്രേഷ്ഠ ചിന്തകളുടെ ഒരു ഛത്രഛായ, ഒരു വലയം നമുക്ക് മേലെ എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മുടെ ചിന്തകളുടെ തന്നെ ഛത്രഛായ. രണ്ടാമത്തത് ആശീർവാദം കൊടുക്കുക, ആശീർവാദം എടുക്കുക, ആ വൈബ്രേഷൻസിന്റെ ഛത്രഛായ. മൂന്നാമത്തത് ഡയറക്റ്റ് ബാബയിൽ നിന്നും കിട്ടുന്ന ശക്തികളുടെ ആ എനർജിയുടെ ഛത്രഛായ. ഇതുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി യജ്ഞ രക്ഷകനാണ്. सवेरे सवेरे उठते हैं ना, तो ऐसे अनुभव करें बाबा ने ऊपर से एकदम अपना बृहद हस्त मेरे पूरे घर के ऊपर ऐसे रख दिया। वो छतरी के रूप में है। यज्ञ के ऊपर बाबा की ऐसी छतरी है, हम लोग को अनुभव होता है जैसे बाबा की छतरी के नीचे पूरा यज्ञ चल रहा है। क्या करेगा कोई, कितने विघ्न आएंगे, हट जाएंगे सब। बाबा की ऊपर से वतन से छतरी फैली हुई है, ऐसे लाइट किरणें, तो उसके नीचे हम रहते हैं। कौन हमारा क्या कर सकता है? എപ്പോഴും ഇങ്ങനെ അനുഭവം ചെയ്യണം. പ്രത്യേകിച്ച് രാവിലെ കിടക്കയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ തന്നെ അനുഭവം ചെയ്യണം. നേരെന്ന് ബാഗ്ദാദ, ഇങ്ങനെ ബാഗ്ദാദയുടെ പ്രകാശ കിരണങ്ങൾ നമ്മുടെ ശിരസിന്റെ മേലെ കുടക്കീട്, നമ്മുടെ വീടിന്റെ മേലെ കുടക്കീട്, സെന്ററിന്റെ മേലെ കുടക്കീട്, നമ്മുടെ ആ രക്ഷാ വലയത്തിനുള്ളിലാണ്, ആ പ്രകാശ വലയത്തിനുള്ളിലാണ്. അതാണ് നമ്മുടെ രക്ഷ ചെയ്യുന്നത്. ഏതുപോലെ നമ്മൾ എല്ലാവരും അനുഭവം ചെയ്യുന്നുണ്ട്, ബാബയുടെ ഈ യജ്ഞം, ബാബയുടെ ഈ പ്രകാശ വലയത്തിന്റെ കുടക്കീടിനുള്ളിൽ എപ്പോഴും സുരക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീടും നമ്മുടെ സെന്ററും എപ്പോഴും ബാബയുടെ ഈ സുരക്ഷാ വല, അത് അനുഭവം ചെയ്യണം. ബാബയുടെ പ്രകാശ വലയം കുടക്കീഴായിട്ട് പിന്നെ ഒരു നെഗറ്റീവിനും, ഒരു മായക്കും, ഒരു പ്രശ്നങ്ങൾക്കും വിഘ്നമായിട്ട് വരാൻ സാധിക്കില്ല. മായ ഓടിപ്പോകും. बाबा ने एक बहुत स्थूल विधि भी बताई है। स्थूल विधि ये है, कहीं पर भी जाओ, घर से निकलो, सेंटर से निकलो, 1 मिनट बाबा के सामने खड़े होकर बाबा से बातें करो। बाबा मेरे साथ चलो, तो बाबा यहाँ पर जा रहे हैं, आपका साथ चाहिए, आपके सहयोग की जरूरत है, साथ चलो। बहुत प्यार से, जैसे कोई लौकिक में संबंधियों से बात करते हैं, बाबा तो भी हाजिर है। सच्ची दिल है तो बाबा 1 सेकंड में आ जाएगा। ऊपर तो नहीं, जहाँ भी बच्चे हैं, जहाँ बाबा बच्चों का प्यार है, वहाँ बाबा हाजिर है। तो बाबा के साथ को इस यूज करो। अभी नहीं करोगे तो कब करोगे? സ്ഥൂലമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിധിയും ബാബ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും, സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും, 1 മിനിറ്റ് നമ്മൾ ബാബയുടെ മുന്നിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് ബാബയെ നമ്മുടെ അടുത്തേക്ക് ആഹ്വാനം ചെയ്യുക. ബാബയോട് പറയുക, ബാബ ഞാനിങ്ങനെ ഇന്ന കാര്യത്തിന് വേണ്ടി പോവുകയാണ്, ബാബ എൻ്റെ കൂടെ സാക്ഷിയായിട്ട് വേണം, സഹയോഗിയായിട്ട് വേണം. പോകുന്ന സ്ഥലം ഫുള്ള് ബാബ എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ അനുഭവം ചെയ്യണം. കാരണം ഞാൻ വിളിച്ചാൽ ബാബ തീർച്ചയായിട്ടും എൻ്റെ അടുത്തേക്ക് വരും. അപ്പൊ ബാബ അത് നമുക്ക് പ്രോമിസ് തന്നിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആ ഒരു ശീലം. അങ്ങനെ ബാബയെ നിങ്ങൾ യൂസ് बाबा के कमरे में 1 सेकंड लगता है, चले गए, बाबा से बात किया, दृष्टि लिया, शक्ति लिया, फिर बाहर निकले, उसमें सफलता मिलेगी. ഒരു ശീലമാക്കി മാറ്റണം. നമ്മൾ എപ്പോ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും, വീട്ടിൽ നിന്നാണെങ്കിലും സെന്ററിൽ നിന്നാണെങ്കിലും ബാബയോടൊന്നും പറയണം. ബാബയുടെ ദൃഷ്ടി എടുക്കണം, ബാബയുടെ കാര്യം പറയണം. ബാബ ഇന്ന കാര്യമാണ്, ബാബ എന്റെ കൂടെ വരൂ.
അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരോട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോകുന്നത്, അതുപോലെ പ്രാക്ടിക്കലി ബാബയോട് നമ്മൾ അവിടെ ഫീൽ ചെയ്യണം, ബാബയുടെ മുന്നിലുണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങണം. അപ്പൊ ആ കാര്യം നടക്കും. दादी प्रकाश मणि जी का एक अनुभव सुनाता हूँ। दादी जी कहीं भी जाते थे तो बाबा के कमरे में जाते थे। पांडव भवन में जब तक हम रहे तो बाबा के कमरे में जाने के बाद दादी बाहर आकर के हम लोगों को टोली देती और बाबा ने मुझे क्या कहा वो अनुभव सुनाते थे। तो हम लोग पूछते, दादी ट्रांस में गई थी क्या? बाबा ने ट्रांस में बोला क्या? फोटो है वहाँ तो? नहीं, बाबा मेरे सामने आके मेरे से बात करता है। जब मैं जाती हूँ तो बाबा से पूछती हूँ, जाऊँ बाबा, सेवा है? तो एक बार गई अंदर, हमेशा तो छुट्टी लेके आ जाती थी। एक बार कहती है सामान लोड हो गया गाड़ी में, बाहर आके कहती है सामान उतार दो। क्यों? आज बाबा मुझे छुट्टी नहीं दे रहा है, आज बाबा ने मुझे हरी झंडी नहीं दिखाई, बच्चे जाने का कोई फायदा नहीं, बार बार मुझे आवाज आ रहा है सामान उतार दो, मैं नहीं जाऊँगा। इतना पक्का विश्वास। कोई संदेशी नहीं है, दादी भी कोई संदेशी नहीं है, लेकिन बाबा के सामने जाने से उनको इतनी टचिंग आती थी, ये राइट है, ये रॉन्ग है, ये करना, ये नहीं करना। फट से बाबा जैसे सिग्नल दे देता था। तो दादियों ने ऐसे बाबा को यूज किया। ഒരു പ്രാവശ്യം പറയാണ്, ദാദി ജയപ്രകാശ് മണി ദാദി. അപ്പൊ ദാദി പാണ്ഡവ ഭവനിലായിരുന്നു ആദ്യം, ഇവരെല്ലാവരും പാണ്ഡവ ഭവനിലായിരുന്നു. അപ്പൊ ദാദിജിക്ക് ഈ ഒരു ശീലം നല്ല പക്കയായിരുന്നു. എവിടേക്ക് പോകുമ്പോഴും ബാബ റൂമിൽ പോയിട്ട് ബാബയുടെ അടുത്ത് പറഞ്ഞിട്ടേ ദാദി ഇറങ്ങുള്ളൂ. ബാബ ഞാൻ പോട്ടെ, ഞാൻ ഇത് ചെയ്യട്ടെ, ഇത് ശരിയാണോ, ഇത് ഇതെല്ലാം ബാബയുടെ അടുത്ത് നേരിട്ട് ബാബയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെ ദാദി സംസാരിച്ചു. അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ അടുത്ത് വന്നിട്ട് പറയും, ടോളി തന്നു കൊടുത്തിട്ടാണല്ലോ പോവാ, അപ്പൊ പറയും ബാബ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പൊ ഇവര് ചോദിക്കും, അതെങ്ങനെയാ ദാദി ട്രാൻസിൽ പോയോ? അപ്പൊ ദാദി പറയും, ഇല്ല, ഞാൻ ബാബയെ എന്റെ മുന്നിൽ കണ്ടു, ഞാൻ ബാബയോട് സംസാരിച്ചു, ബാബ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് ദാദി സ്വന്തം അനുഭവം പറയും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സേവനത്തിന് വേണ്ടിയിട്ട് ദാദി പോവാൻ നിൽക്കുകയായിരുന്നു. ദാദിയുടെ ലഗേജ് എല്ലാം വണ്ടിയിൽ എല്ലാം കയറ്റി വെച്ചു. അപ്പൊ പോവാൻ നേരത്ത് ദാദി ബാബ റൂമിൽ പോയിട്ട് ബാബയുടെ അടുത്ത് പോവാണെന്ന് പറയാൻ വേണ്ടി, ഞാൻ സേവനത്തിന് പോട്ടെ എന്ന് പറയാൻ വേണ്ടി പോയപ്പോ അപ്പൊ ദാദിയുടെ അനുഭവം ഇതായിരുന്നു, ബാബ ഇങ്ങനെ ടച്ചിങ് കൊടുത്തോണ്ടേ ഇരിക്കുക, പോണ്ട പോണ്ട പോണ്ട. അങ്ങനെ പുറത്ത് വന്നപ്പോ ദാദി പറഞ്ഞു, ആ കയറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇറക്കിപ്പോ, കാരണം ബാബ എനിക്ക് സിഗ്നല് നമുക്ക് പോണ്ട എന്ന്. അപ്പൊ അത് ശരിക്കും ദാദിയുടെ അനുഭവമാണ്. കാരണം അത്രയും ക്ലിയർ ആണ് ബാബയുമായിട്ടുള്ള കണക്ഷൻ. ബാബ ശരിക്കും സിഗ്നൽ തരുന്നത് ദാദിക്ക് അറിയാൻ പറ്റും, ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന്. അപ്പൊ നമ്മളും അത് ശീലമാക്കണം എന്ന് പറയണം. विदेश में भी जब बाबा ने ग्रुप भेजा तो बहुत अच्छी तरह से पक्का कराया, कहीं सेवा पर जाना, किसी से मिलने जाना, 1 मिनट बाबा के कमरे में जरूर जाना। बाबा के कमरे में जहाँ फोटो रखा है, जहाँ योग चलता है, वहाँ शक्ति है। और वहाँ जाकर के 1 मिनट खड़े होकर बाबा से बहुत प्यार से मिल के, जैसे हम जा रहे हैं, जैसे बड़ों के आशीर्वाद लेके जा रहे हैं। तो ये बहुत अच्छी विधि है। लेकिन एक बार क्या हुआ, अमेरिका में कुछ 15-20 मंजिल के ऊपर रहते थे फ्लैट में, और एक बहुत अर्जेंट कोई फोन आया, सेवा का साधन, कोई काम आया। तो मैं जगदीश भाई थे, रमेश भाई थे, शीलिंद्रा दादी थी, रोजी बहन थी, 4-5 लोग गए थे। तो ऊपर से नीचे उतरे, फिर कुछ भूल गए, फिर ऊपर चढ़े लेने के लिए, फिर उतरे, फिर तीसरी बार चढ़े। तो बाबा के पास संदेश भेजा, बाबा क्या बात है, आज ऐसा क्यों हो रहा है? नीचे जाके बात याद आती, ऊपर नहीं याद आती। कभी कोई चीज़ भूल गए, कभी कोई चीज़ भूल गए। तो बाबा ने कहा, बच्चे भूल होने के कारण एक ही भूल है, तुम बाबा के पास छुट्टी लेके नहीं जा रहे हो, उस भूल को सुधारो, सब भूले सुधर जाए। ഇപ്പൊ വിദേശത്ത് സേവനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ബാബ വിട്ടപ്പോഴും ഈ ഒരു ശീലം ബാബ ഒക്കെ ആക്കിയിരുന്നു. അതായത് എവിടെ നിങ്ങൾ സേവനത്തിന് വേണ്ടി പോവുകയാണെങ്കിലും, ആരെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിലും, ആദ്യം ബാബയുടെ റൂമിൽ അല്ലെങ്കിൽ ബാബയുടെ ചിത്രം എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് 1 മിനിറ്റ് ബാബയുടെ മുന്നിൽ പോയി നിന്ന് ബാബയോട് പറഞ്ഞിട്ട് വേണം പോകണമെങ്കിൽ. കാരണം അവിടെ ബാബയുടെ വൈബ്രേഷൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും.
അപ്പൊ ബാബോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ പോകണമെങ്കിൽ എന്ന് പറയാറുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങനെ വിദേശത്ത് സേവനത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ജഗദീഷ് ഭായി, രമേഷ് ഭായി എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവര് എവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് 14ാമത്തെ നിലയിലാണ് ഇവരുടെ താമസം. അപ്പൊ അവിടെ നിന്ന് താഴേക്ക് വരും. താഴെ എത്തുമ്പോഴാണ് അയ്യോ ഒരു കാര്യം മറന്നു, വീണ്ടും മേലേക്ക് പോകും. മേലെത്തി വീണ്ടും താഴെ എത്തുമ്പോൾ വീണ്ടും ഒരു കാര്യം മറന്നു, വീണ്ടും മേലേക്ക് പോകും. അങ്ങനെ 3 പ്രാവശ്യം താഴേക്ക് വരിക, മേലേക്ക് പോയി. ഇതെന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ മറക്കുന്നത്? അപ്പൊ ബാബയുടെ അടുത്ത് പോയി നിന്ന് ചോദിച്ചപ്പോ ബാബ കൊടുത്ത സിഗ്നൽ ഇതാണ്, മറക്കാൻ കാരണം വേറൊന്നുമല്ല, നിങ്ങൾ എന്റെ അടുത്ത് പറയാൻ മറന്നിട്ടാണ് പോയത്, അതുകൊണ്ടാണ്. बाबा कई बार कहते हैं मेरे बच्चे मुझे यूज नहीं करते, यूज करो, मैं आप बच्चों के लिए हूँ संगम पर, तो बाबा को यूज करो. कैसे यूज करेंगे? ഈ രീതിയിൽ നമ്മൾ ബാബയെ യൂസ് ചെയ്യണം. ബാബ എപ്പോഴും പറയാറുണ്ട് സംഗമ യുഗത്തില് നിങ്ങൾ കുട്ടികളെ എന്നെ യൂസ് ചെയ്യൂ. എങ്ങനെയാണ് അപ്പൊ ബാബയെ നമ്മൾ യൂസ് ചെയ്യുന്നത്? जैसे आत्मा एक प्रकृति में रहती ना, ऐसे बाबा को प्यार से कहो बाबा आओ, ये बहुत स्वच्छ आसन है, बैठो मेरे साथ कंबाइन हो जाओ. बस बाबा आपके साथ ऐसे बैठ जाएगा. कई जगह पर हम लोग अकेले अकेले जाते हैं. विदेश में गए, मेरे को कई लोग कहने लगे तुम इंग्लिश नहीं जानते हो, तुम्हारे आगे ये पेपर आ सकता है, ये आ सकता है. तो मेरे साथ बाबा बैठा है, भगवान साथ है, कोई डर नहीं. अमेरिका अकेले घूम के आया, लंदन अकेले घूम के आया और सब जगह सेवा करके आया. कुछ पता नहीं, कोई एड्रेस नहीं, कोई पहचान नहीं, लेकिन बाबा साथ है. ऐसे गाइड करता बच्चे से सब कराने वाला वो. लेकिन बहुत विश्वास, बहुत निश्चय चाहिए. एक बार मैं गया, अमेरिका की बात समझता हूँ, न्यूयॉर्क में पहले गया जब, तो मुझे सेंटर से डला वहाँ के लिए लॉस एंजलिस के लिए प्लेन में बिठाने भाई लोग आ गए. बिठाने के लिए गए, अंदर बोर्डिंग करा दिया, मैं अंदर चला गया. अंदर गया तो वहाँ अनाउंसमेंट हुई कि ये फ्लाइट 12 घंटा लेट है, 12 घंटा लेट है. मैं सुन तो लिया, समझ भी गया. अब मैं किधर जाऊँ? मैं पीछे का मुझे एड्रेस ले लिया था, फोन नहीं पूछा था. वो चले गए छोड़ के मेरे को. मैं बाबा के साथ बात करने लगा. बाबा अभी मैं 12 घंटे यहाँ क्या करूँ? ना भोजन मेरे पास है, ना मेरे पास कोई साधन है. सामान जो था वो अंदर चला गया. मैं अकेले बैठा हूँ, एक छोटा थैला लेके. ऐसे बाबा को ऐसे याद किया और 5-7 मिनट के बाद मेरा नाम अनाउंस हुआ. मेरा नाम अनाउंस हो रहा है वहाँ से. तो मैं गया, तो उसने मेरे को कहा कि आपका फ़ोन है. मैंने फ़ोन उठाया. फ़ोन के उस समय मोबाइल वगैरह तो मेरे पास थे नहीं, 2007 की बात है. फ़ोन उठाया तो जहाँ पर पहुँचने वाला था वहाँ भाई उनको रिसीव करने आए थे. उनको पता चल गया कि 12 घंटा लेट है फ्लाइट. तो उन्होंने कहा कि वो फ्लाइट तो लेट है, मैं आपकी फ़्लाइट दूसरी तरफ से बुक कर रहा हूँ, बोर्डिंग करवा रहा हूँ, आप इस फ्लाइट पर चढ़ जाना. 2 फ्लाइट चेंज करनी पड़ेगी आने के लिए. मैंने कहा सामान नहीं है, कुछ नहीं. कहते सामान की चिंता नहीं करो, सामान आ जाएगा. अब बाबा की याद में मैं बैठा था. बोर्डिंग हो गई, दूसरी बोर्डिंग हो गई, वो बोर्डिंग खत्म हो गई. अब मैं जब बैठा था तो अनाउंस हुआ गेट नंबर. तो गेट नंबर इधर मैं बढ़ा तो वहाँ पर एक ट्रेन खड़ी थी. मुझे क्या पता प्लेन पकड़ने के लिए ट्रेन में बैठना पड़ेगा, मुझे कोई ये नहीं बताया था. तो जब मैं वहाँ गया तो मैंने कहा हमको तो प्लेन से जाना था, ट्रेन क्यों? तो ट्रेन ले जा करके जहाँ फ्लाइट खड़ी थी वहाँ पर वो ले गई. काफ़ी दूर खड़ी हो गई. तो उसमें बैठ तो गया मैं बाबा की याद में. मैंने कहा सब बैठ रहे हैं, गेट नंबर यही है, तो उसमें बैठ जाते. तो हम गए वहाँ पर, बैठे जाके फ्लाइट ऐसे स्थान पर उतारा जाके वहाँ पर जहाँ पर बहुत 5-7-10 लोग होंगे. पूरा एरोड्रम सुनसान पड़ा हुआ. अब मैं वहाँ बैठा, दूसरे फ्लाइट का इंतजार करूँ. दूसरी बोर्डिंग जो थी उसका कहाँ पर है, किधर जाना, मुझे कुछ पता नहीं. और इंग्लिश में मैं किसी से बात भी नहीं कर सकता क्योंकि मुझे इतनी इंग्लिश नहीं आती. मैं बाबा की याद में कहा भाई मेरे को यहाँ बिठा दिया है, कोई तो नहीं है यहाँ, मैं और मेरा बाबा है. मैं ऐसे शांति से बेंच पर बैठ गया. थोड़ी देर के बाद एक भाई आया भाग करके, सामने से आता है, कहता है आप माउंट आबू से आए हैं क्या?
मैं माउंट आबू से आया हूँ, आप कहाँ से आए हैं? बोला मैं सिरोही डिस्ट्रिक्ट से आया हूँ, मेरे बच्चे यहाँ पढ़ते हैं, आपका सेंटर है यहाँ क्या? तो मैंने कहा कहाँ पर हम बैठे, हमको नहीं पता सेंटर क्या बताऊँ। कहता अच्छा आपका सेंटर यहाँ नहीं है, होगा तो पता नहीं मुझे। उसने कहा कहाँ जाना है आपको? तो मैंने दिखाया अपने बोर्डिंग। कहते चलो मैं आपको बिठा के आता हूँ। आराम से बिठा के गया अपने में, कहाँ से आया, कैसे बाबा ने उसको भेजा, और अपने गाँव का जैसे सिरोही का मेरा। क्या बाबा कहाँ कहाँ बैठा हुआ है, सब जगह मदद करने के लिए आ जाता है। बैठ गया जाकर, जहाँ उतरा वो दोनों भाई रिसीव करने के लिए खड़े थे। कहते आपका सामान यहाँ आ गया है और हम आपके पास हैं। അതായത് ഇങ്ങനെ നമ്മൾ ബാബയെ കൂടെ വെക്കണം എന്നുള്ള പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ബായിജി പറഞ്ഞു തരാണ്. അതായത് ആത്മാവായ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടേക്ക് ബാബയെ ആഹ്വാനം ചെയ്യണം. ഞാനും ബാബയും ഇവിടെ കമ്പൈൻഡ് ആയിരിക്കും. അപ്പൊ എന്റെ കൂടെ എപ്പോഴും ബാബ എന്നെ സംരക്ഷിക്കാനായിട്ടുണ്ട്, എന്റെ സാധ്യമായിട്ടുണ്ട്. അപ്പൊ ബായിജി പറയാണ് വിദേശ രാജ്യങ്ങളിൽ എവിടെയെല്ലാം ഞാൻ പോയിട്ട് സേവനം ചെയ്തു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഭാഷ അറിയില്ല. അപ്പൊ പലരും എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ടാകും, ഇന്ന വിഘ്നങ്ങൾ വരും ഭാഷ അറിയാത്തതുകൊണ്ട്. പക്ഷെ ഭായിജി പറയണ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ബാബ എന്നെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ഒരു ചിന്തയും ഇല്ലാതെ തന്നെ സേവനം ചെയ്യിപ്പിച്ചു. അപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ഇൻസിഡന്റ് നടന്നത് പറയാണ്. ലോസ് ആഞ്ചലസിൽ നിന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് മാറി കയറാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ആക്കിയിട്ട് അവിടെ അമേരിക്കയിലുള്ള ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ബായിനെ അവിടെ ഫ്ലൈറ്റിൽ അവിടെ ആക്കി പോയി. എയർപോർട്ടിൽ നിന്ന് അവർ തിരിച്ചു പോയി, ബായി അവിടെ. പക്ഷെ അവിടെ ഇരിക്കുകയാണ് ഗേറ്റിൽ, അടുത്ത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് അനൗൺസ്മെന്റ് വരുന്നത് ആ ഫ്ലൈറ്റ് 12 മണിക്കൂർ ലേറ്റ് ആണ്. അപ്പൊ ബായിക്ക് ഒന്നും അറിയില്ല, എവിടേക്കാ പോകേണ്ടത് എന്താണോ ഒന്നും അറിയില്ല. അപ്പൊ ആ സമയത്ത് ബാബ, എനിക്ക് ഭാഷയും അറിയില്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ, ബാബ തന്നെ ഉള്ളൂ. ബാബയെ ആഹ്വാനം ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് കേട്ടു, രാജുഭായി എനിക്ക് ഒരു ഫോൺ കോൾ, ആരോ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് ഒരു ഫോൺ കോൾ ഉണ്ട്. പോയി നോക്കിയപ്പോ എവിടെയാണോ ബായിജി ഫ്ലൈറ്റ് ഇറങ്ങേണ്ടത് അവിടെ ബായിജിനെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ബ്രദർ നിൽക്കുന്നുണ്ട്. ആ ബ്രദറിന് മനസ്സിലായി ഫ്ലൈറ്റ് ഇങ്ങനെ ലേറ്റ് ആണ്. അപ്പൊ ആ ബായി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതില് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ബായിജി പറഞ്ഞു എന്റെ ഇതൊക്കെ ബോർഡിംഗ് ലഗേജ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ അവിടെ കിട്ടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ അനൗൺസ്മെന്റ് കേട്ട അനുസരിച്ച് ഇന്ന ഗേറ്റിൽ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവിടെ പോയിട്ടിരുന്നു. അടുത്ത ഫ്ലൈറ്റ് മാറി കയറാൻ വേണ്ടിയിട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി അവിടെ പോയിരിക്കുമ്പോൾ വീണ്ടും അനൗൺസ്മെന്റ് കേട്ടു ഇന്ന ഗേറ്റിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ ഗേറ്റിന്റെ അവിടെ പോയപ്പോൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വന്നു നിന്നത് ഒരു ട്രെയിൻ. അപ്പോൾ ബായിജി ചോദിച്ചേ ഫ്ലൈറ്റ് അല്ലേ കയറേണ്ടത്, ഞാൻ എയർപോർട്ടിൽ ട്രെയിനിന് പോകാനാണോ വന്നത്? അപ്പൊ എല്ലാവരും കയറുന്നുണ്ട്. അപ്പൊ ഒപ്പം കയറി. അങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് വിജനമായിട്ടുള്ള എയർപോർട്ടിൽ തന്നെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് അടുത്ത ഫ്ലൈറ്റിന്റെ ഗേറ്റിന്റെ അവിടെ പോയിരിക്കുക, ആരും ഇല്ല, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ബാബയുടെ ഓർമ്മയിൽ ഇങ്ങനെ ഇരിക്കുക, ബാബ നീ തന്നെയാണ് എന്നെ ഗൈഡ് ചെയ്യേണ്ടത്, എന്നെ സഹായിക്കേണ്ടത്. അപ്പൊ ഉണ്ട് ഒരു ഹിന്ദി അറിയുന്ന ഒരു ബായി വന്നിട്ട് താങ്കള് മൗണ്ട് അബു എന്നാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ബായിജി പറഞ്ഞു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ സിരോഹിയിലാണ് എന്റെ നാട്, എന്റെ മകൻ ഇവിടെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ സെന്റർ ഉണ്ടോ? അപ്പൊ ബായിജിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ, ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല, സ്ഥലവും അറിയില്ല. പക്ഷെ ബാബ അവിടെ കമാല് കാണിച്ചതാണ്. ആ ബായി തന്നെ രാജു ബായിജിനെ ഫ്ലൈറ്റ് എവിടെയാണോ ഗേറ്റ് അവിടെ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തി സുരക്ഷിതമായിട്ട് അയച്ചു. അവിടെ ചെന്ന് ഇറങ്ങി, എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ലഗേജൊക്കെ എടുത്ത് മറ്റേ ബായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എപ്പോഴും ബാബയെ നമ്മുടെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബാബ നമ്മളെ സഹായിക്കും എന്നുള്ളതിന്റെ അനുഭവം പറഞ്ഞതാണ്. फ्यूज उड़ना नहीं चाहिए, बाबा के साथ कनेक्ट रहो, बस बाबा अपने आप सब करेगा. ഒരിക്കലും അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആകരുത്. ഫ്യൂസ് ഊരാൻ പാടില്ല. ബാബയുമായിട്ടുള്ള കണക്ഷന്റെ ഫ്യൂസ് വിടാൻ പാടില്ല. അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക, ബാബയെ കൂടെ അനുഭവം ചെയ്യുക. അപ്പൊ ബാബ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഫ്യൂസ് പോകാറില്ലല്ലോ, ബാബയായിട്ടുള്ള കണക്ഷൻ. यहाँ फ्यूज उड़ जाए तो कारण क्या होगा? अधिक लोड डालोगे तो फ्यूज उड़ जाएगा. लोड क्यों लेते हो? बाबा बैठा है, दे दो उसको. ചിലപ്പോ ലോഡ് കൂടുതലാകുമ്പോഴല്ലേ ഫ്യൂസ് അടിച്ചു പോകുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഉള്ളിൽ ലോഡ് കൂടുതലാകുമ്പോൾ ഫ്യൂസ് പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭാരം വന്നാൽ എല്ലാം ബാബയ്ക്ക് നമുക്ക് കൊടുക്കുക, ഭാരരഹിതമായിട്ടിരിക്കുക.
ठीक है, तो अभी लोड नहीं लेना, सब बाबा तेरा तेरा तेरा, हल्के हो जाओ, लाइट चले गए बाबा के पास। ഭാരം ഒന്നും എടുക്കരുത്, എല്ലാം ബാബയ്ക്ക് കൊടുക്കുക. എൻ്റെ അല്ല, എല്ലാം ബാബയുടെയാണ് അങ്ങനെ കൊടുത്ത് ലൈറ്റ് ആയിട്ട് എനിക്ക് പറക്കുക ബാബയുടെ അടുത്ത്. ദോ തീൻ പ്രശ്നം. एक तो ये प्रश्न है भाई जी कि मुरली ने जो क्वेश्चन आंसर, धारणा पॉइंट्स, वरदान, स्लोगन, ये सिस्टम कैसे चालू है? हमारी दादी प्रकाश मणि जी, जिनको बाबा ने मुरली, जैसे कहते हैं ना, जब कृष्ण जी मथुरा से गोकुल से मथुरा जाने लगे तो गोपियों ने मुरली के लिए जिद किया कि मुरली मेरे को दे के जाओ। तो राधा उनके सामने लेट गई, मुरली दे के जाओ फिर जाना पड़े। तो जब ब्रह्मा बाबा व्यक्त हुए तो दादी प्रकाश मणि जी के हाथ में मुरली दी, मुरली सुनाने की सेवा। तो दादी जब मुरली सुनाती थी तो दादी का बड़ा चिंतन चलता था, और दादी को ये पता था कि अभी सेंटर्स खोल रहे हैं, जगह जगह पर मुरली की संख्या बढ़ रही है, और सब छोटी छोटी बच्चियां हैं जो अभी तक ट्रेन भी नहीं है, ब्रह्मा कुमारी बन गई। अब इनको सत्संग की रीति से क्लास नहीं चलाना है, एक क्लास की रीति से चलाना है। तो क्लास में अगर चिट चैट होगी, प्रश्न उत्तर होंगे, तो उनको रौनक आएगी, नहीं तो मुरली सुन लेते हैं, चले जाते हैं, पता नहीं चलता स्टूडेंट लाइफ क्या होती है। तो दादी हमारे मधुबन की क्लास में प्रश्न पूछती थी और दीदी उनके नोट्स देती थी, प्रश्न उत्तर बना लेते थे, और बाद में मेरे को बुला के कहती थी, ये डायरी लो, तुमको जो इसमें से अच्छा लगता है वो प्रश्न लिख करके मुरली के ऊपर लिख दो। दीदी प्रश्न उत्तर जो निकालती थी, दादी क्लास में पूछती थी और दीदी लिख करके मेरे को डायरी देती। तो वो डायरी से प्रश्न उत्तर लिखे मैं मुरली के ऊपर लिख देता। ऐसे पहले शुरुआत हुई। फिर दादी ने कहा उस मुरली का पूरा एसेंस लिखो, एक लाइन में लिखो, मीठे बच्चे कह के लिखो। हम बाबा मीठे बच्चे कह के तुरंत मुरली नहीं चलाई है, तो मीठे बच्चे बाबा के वाक्य के ऊपर पहली लाइन बनाई, फिर प्रश्न उत्तर लिखे। उसके बाद कहने लगी पूरी मुरली का सार, धारणा के लिए कौन सी बातों पर अंडरलाइन बाबा करा रहे हैं। तो बहनों से अचानक भाई लोग पूछ लेते हैं कि आज मैं मुरली क्लास में नहीं आता हूँ, बहन जी मुझे 2 बातें मुरली की सुना दो जो धारणा की है। तो वो सुनाती नहीं है ठीक, कोई कुछ सुना देता है, कोई कुछ सुना देता है। तो तुम्हारा फर्ज है इसके नीचे धारणा की पॉइंट। तो ऐसे पहले सार, फिर प्रश्न उत्तर, फिर धारणा की पॉइंट साकार मुरली से निकाली। उसी मुरली की वो पॉइंट्स हैं, उसके अंदर ही हैं, और वही आगे पीछे लिखी गई। लिखी हमने है लेकिन बाबा की मुरली से ही लिखी। അതായത് ചോദ്യം ഇതായിരുന്നു, അതായത് ശരിക്കും ബ്രഹ്മാബാബയുടെ ശരീരത്തിൽ വന്ന് ശിവബാബ മുരളി ഉച്ചരിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഡെയിലി നമ്മൾ കേൾക്കുന്ന സാധാരണ മുരളിയിലെ ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്, ധാരണ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ബാബ ഉച്ചരിച്ച മുരളിയില് അങ്ങനെയൊന്നും വരില്ലല്ലോ. ഡയറക്റ്റ് ബാബ മുരളി ഉച്ചരിക്കുകയാണ്, അവസാനം നമസ്തേ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റം എങ്ങനെയാ തുടങ്ങിയത്, അതാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ആൻസർ, ധാരണ പോയിന്റ്സ് എന്നൊക്കെ മീറ്റേ ബച്ചേ എന്നെല്ലാം തുടങ്ങി. അപ്പോൾ ഭായിജി ആണ് മുരളി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അത് എല്ലാവർക്കും അറിയാമല്ലോ. ബാബ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് മുരളി ഹാൻഡിൽ ചെയ്യാൻ ഭായിജിനെയാണ്. അപ്പോ ബാബ അവ്യക്തമായതിനു ശേഷം 69 ബാബ അവ്യക്തമായതിനു ശേഷം അതുവരെ ബ്രഹ്മാബാബയുടെ ശരീരത്തിലൂടെ ആയിരുന്നല്ലോ മുരളി ഉച്ചരിക്കുന്നുണ്ടായിരുന്നത്. അവ്യക്തമായതിനു ശേഷം പിന്നെ റെസ്പോൺസിബിലിറ്റി ദാദീജിക്കായി. ദാദീജിയാണ് മുരളി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് സെന്റേഴ്സ് ഒക്കെ ഒരുപാട് അവിടെ ഇവിടെയെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചില സെന്ററുകളിലാണെങ്കിൽ കൊച്ചു കുമാരിമാരാണ് സിസ്റ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ വിദ്യാലയമല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ക്ലാസ് പോലെ കുട്ടികളൊക്കെ വന്ന് അത് കേൾക്കണമെങ്കിൽ, അല്ലാതെ ചെറിയ ചെറിയ കുമാരിമാര് വെറുതെ ഒരു സത്സംഗം പോലെ ഒരു പ്രഭാഷണം പോലെ എന്നും വന്ന്
കേട്ടു പോകുമ്പോൾ അതൊരു സ്റ്റുഡൻറ് ലൈഫിനുള്ള ഒരു ഫീലിംഗ് വരികയില്ല. അപ്പൊ ദാദിയുടെ ഉള്ളിൽ വന്ന സങ്കല്പമാണ് ചോദ്യം ഉത്തരം. ഒരു ക്ലാസ് ഹാൾ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും ടീച്ചർമാർ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വേണം. അന്നത്തെ മുരളിയുടെ പോയിന്റ്സ്, ഇന്ന് ഫുള്ള് ബാബ മുരളി ഇതാണ് കേൾപ്പിച്ചത്, എന്താണ് മെയിൻ പോയിന്റ്സ് എന്ന് കേൾക്കാത്ത ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് സിസ്റ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്ന് ബാബ എന്താ മുരളിയിൽ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് പറയാൻ ഒരു സാരം വേണ്ടേ. അപ്പൊ അതുകൊണ്ട് അതും ദാദിയുടെ സങ്കല്പത്തിൽ വന്നതാണ്. അന്നത്തെ മുരളിയിൽ ബാബ പറഞ്ഞ മുരളിയുടെ മെയിൻ പോയിന്റ്സ് എന്താണോ 2 പോയിന്റ് ആയിട്ട് അവസാനം ധാരണയായിട്ട് കൊടുക്കും. ഇത് രണ്ടും ദാദിജി തന്നെയാണ്, പ്രകാശ്മണി ദാദിജിയാണ് രാജു ഭായിജിനെ അത് ഏൽപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുരളി റെഡിയാക്കാൻ പറഞ്ഞു. അത് അങ്ങനെയാണ് ആദ്യം മീറ്റ് ബച്ചേ ബാബ പറഞ്ഞ ആദ്യത്തെ മഹാവാക്യം. പിന്നെ മുരളിയിൽ നിന്ന് തന്നെ ഇപ്പോ നമ്മുടെ മൻമോഹിനി ദീദിയാണ് ആദ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിൽ മുരളിയുടെ പോയിന്റ്സ് എഴുതിയത്. ദാദിജി മുരളി ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കുമായിരുന്നു ദീദി. അപ്പൊ ദീദിയുടെ കയ്യിൽ നിറയെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. ആ നോട്ട്ബുക്ക് രാജു ഭായിജിയുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. അത് റെഫർ ചെയ്തിട്ട്, അതെല്ലാം മുരളിയിൽ നിന്ന് എഴുതിയ പോയിന്റ്സ് ആണ്, അത് റെഫർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന മുരളിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നതും. ദാദിജി പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചിട്ട് രാജു ഭായിജി അന്നത്തെ മുരളിയിലെ മെയിൻ പോയിന്റ്സ് സെലക്ട് ചെയ്തിട്ട് ധാരണ പോയിന്റ്സ് വന്നിട്ട് നമുക്ക് 2 പോയിന്റ് കിട്ടുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആയല്ലോ? वरदान शुरू हुए हैं 88 के बाद। 88 में एक बार बाबा ने, अव्यक्त बाबा ने कहा कि मधुबन वालों से मिलने के लिए आऊँगा अलग से। तो मधुबन वालों से मिलने आएंगे तो 120 भाई और करीब 50 बहनें थी मधुबन में। तो बाबा शाम को 6:30 बजे आए और सुबह 7 बजे तक केवल 120 भाइयों को मिले, 12-13 घंटा। तो लास्ट में मैं बाबा के पास जब गया मिलने के लिए तो बाबा ने मुझे भी वरदान दिया, तेरे को तो बुद्धि का वरदान है, दिव्य बुद्धि का वरदान मिल गया। तो दादी ने मेरे को बुलाया और बोला कि रात भर बाबा ने क्या किया, 120 भाई मेरी बहनें रह गई। तो मेरे मुँह से निकला, दादी आज बाबा ने बहुत वरदान दिए, इसको तुम लोगों को। हमने कहा हाँ दादी, जितने दिए तुमने लिखे, मैं सबके लिखे, मैंने नोट्स लिए हैं। अच्छा टाइप करके ले आओ। जब मैं टाइप करके ले आया तो बहुत मोटी किताब से था, बहुत ज़्यादा बाबा ने बोला था, रात भर बोला, और एक को 2-2, 3-3 पेज पर्सनल। तो वो जब टाइप लेके गया तो दादी ने कहा क्या करेगा इसको। मैं दादी जिसको बोला है उसको टाइप करके दे देता हूँ, अपने ऑफिस में लगाएगा, अपने डिपार्टमेंट में लगाएगा, उसका फोटो है और वो वरदान है। अच्छा तुम लोगों के लिए पर्सनल बोला है क्या? ये सारे ब्राह्मणों के लिए बोला है, अभी तुम सबके लिए बनाओ इसको। कैसे बनाओ दादी, तो बहुत ज़्यादा है। नहीं, तुम 4 लाइन में एक वरदान सेट करो। अब वरदान में भाव शब्द तो था नहीं, तो जो पहली लाइन है वरदान की वो मैंने सेट किया और उसी आधार से वरदान के शब्द नहीं चेंज किए हैं, लेकिन पहली लाइन भाव की सेट किया। और फिर वो वरदान जो 140 के थे वो हमने 365 दिन तक चलाए, पूरा 1 साल चलाया। और उसके बाद दादी ने बुलाया, कहता पूरा हो गया वरदान, अरे इतनी मुरलियाँ चली, सबके वरदान निकालो। तो मैंने सारी मुरलियाँ स्टडी किया और सबके वरदान बनाए। 5-6 साल तक कोई वरदान रिपीट नहीं हुआ। तो वो वरदान अभी भी चल रहे हैं, अभी तो रिवाइज हो रही है। നമുക്കറിയാം ഡെയിലി സകാല മുരളിയിലും അവ്യക്ത മുരളിയിലൊക്കെ വരദാനം ശ്ലോകനമൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് 1988 മുതലാണ്. അത് എങ്ങനെയാണെന്നാണ് ഭായിജി ഇപ്പൊ പറഞ്ഞത്. അതായത് ഒരു പ്രാവശ്യം ബാഗ്ദാദ മധുബൻ നിവാസികളെ വിലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഓം ശാന്തി ഭവനിൽ പാണ്ഡവ ഭവനിൽ വന്നപ്പോൾ 120 ഭായിമാരും 50 സിസ്റ്റേഴ്സുമാണ് ഉണ്ടായിരുന്നത് മധുബൻ നിവാസികൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വൈകുന്നേരം 6:30 ബാബ വന്ന് അടുത്ത ദിവസം രാവിലെ 7 മണി വരെ ബാബ ഉണ്ട്. ഈ 120 പേരെയും പേഴ്സണൽ ആയിട്ട് മീറ്റ് ചെയ്യായിരുന്നു. അപ്പൊ രാവിലെ ഏറ്റവും ലാസ്റ്റ് പോയത് ഭായിജിയാണ്. അപ്പൊ ഓരോ മധുബൻ നിവാസിക്കും ബാബ വരദാനങ്ങൾ കൊടുത്തു, പേഴ്സണൽ ആയിട്ട് കുറെ സംസാരിച്ചു. അപ്പൊ പിറ്റേ ദിവസം ദാദിജി കണ്ടപ്പോ ഭായിക്ക് കൊടുത്തു ബുദ്ധിക്കുള്ള വരദാനം,
ഭായിജിയുടെ അടുത്ത് ചോദിച്ചു, എന്താ ബാബ രാത്രി മുഴുവൻ ഇരുന്ന് ചെയ്യുന്നുണ്ടായിരുന്നത് ചോദിച്ചു. അപ്പൊ ഭായിജി പറഞ്ഞു, നിറയെ വരദാനങ്ങൾ തന്നു ബാബ എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ 120 പേർക്കും എല്ലാ ഭായിമാർക്കും കൊടുത്ത വരദാനങ്ങൾ ഫുള്ള് ടൈപ്പ് ചെയ്തിട്ട്, അപ്പൊ ഒരാൾക്ക് തന്നെ ടൈപ്പ് ചെയ്തപ്പോ 2-3 പേജ് ഉണ്ട്. ബാബ പറഞ്ഞതും വരദാനം കൊടുത്തതും അതെല്ലാം കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബുക്ക് പോലെ ഉണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട്. അത് ദാദിക്ക് കൊടുത്തു. ദാദി ചോദിച്ചു, ഇത് നമുക്കിനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഭായി പറഞ്ഞു, അത് നമുക്കിങ്ങനെ അവിടെ പോസ്റ്റർ പോലെ വെക്കാം, ഇവിടെ വെക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ദാദി ചോദിച്ചു, അത് ശരി, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ബാബ പറഞ്ഞത്? എല്ലാ ബ്രാഹ്മണ ആത്മാക്കൾക്കും വേണ്ടിയല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് എന്താണോ ബാബ അന്ന് തന്ന വരദാനങ്ങള് അതെല്ലാം കൂടിയിട്ട് സെപ്പറേറ്റ് 4 ലൈനിന്റെ വരദാനം നമുക്ക് എല്ലാ മുരളിയിലും ഇല്ല, അതുപോലെ സെപ്പറേറ്റ് സെറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അന്ന് ദാദി ഭായിജിക്ക് കൊടുത്തതാണ്. അപ്പൊ ആ വരദാനങ്ങളിൽ നിന്ന് 1 വർഷത്തേക്കുള്ള വരദാനം ഭായിജി സെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ 1 വർഷം കഴിയുമ്പോ ദാദിജി പറഞ്ഞപ്പോ അത് കഴിഞ്ഞു. അപ്പൊ ഇനി നീ ഒരു കാര്യം ചെയ്യ്, എത്ര മുരളികളെ ബാബ ഉച്ചരിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഇതുപോലെ വരദാനമായിട്ട് എടുക്കും. ബാബ എന്തൊക്കെ വരദാനങ്ങളാണ് മുരളിയിലൂടെ തന്നിട്ടുള്ളത് അതെല്ലാം ഇങ്ങനെ വരദാനമായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഭായിജി തന്നെയാണ് ദാദിയുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ വരദാനങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പൊ ആ ഫസ്റ്റ് ലൈൻ ഭായിജി തന്നെ സെറ്റ് ചെയ്ത. ബാബ കൊടുത്ത ആ വരദാനത്തിന്റെ ശബ്ദം വെച്ചിട്ട് ബാബ ഉച്ചരിച്ച മുരളിയുടെ ആധാരത്തിൽ ഭായിജി തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ആ വരദാനവും അതിന്റെ എക്സ്പ്ലനേഷനും. അപ്പൊ ഭായിജി പറയാണ്, ഒരു വരദാനം ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ, അതിന്റെ കൂടുതൽ റിപ്പീറ്റ് ചെയ്തില്ല. ഇത്രയും വർഷമായിട്ടുള്ള മുരളികൾ. എല്ലാവരും ഒന്ന് കൈയടിക്കും. और ये में जब योग में बैठते हैं तो आधा घंटा तक योग नहीं लगता है, तो इसके लिए कुछ सहज विधि है। आधा घंटे तक खाली ऐसे ही बैठते हैं, आधा घंटे के बाद नहीं, ऐसा है कि आधा घंटा के बाद लगता है। हाँ, कनेक्शन मिलता है आधा घंटा, ऐसे लिखा है। ऐसा है कि योग का आधार है श्रेष्ठ चिंतन, ज्ञान चिंतन। तो कम से कम जब बैठते हो तो दुनिया के जो इधर उधर के चिंतन है उसकी वजह ये चिंतन करो, मैं एक लाइक हूँ, मैं चैतन्य शक्ति हूँ, मैं एक बहुत चमकता हुआ सितारा हूँ, ये चिंतन करो। और चिंतन करते करते स्वरूप में स्थित हो जाओ। स्थित होते ही जब आत्मा अपने स्वरूप में स्थित होगी तो बाबा के पास पहुँच जाएगी। योग नहीं लगता ये कहना नहीं है। पहले स्टेप पर पाँव तो रखो। पहला स्टेप है मैं आत्मा हूँ, इस शरीर से अलग हूँ, एक लाइट हूँ, एक चैतन्य शक्ति हूँ। स्टेप वाइज योग करो। फिर शांत स्वरूप हूँ, बहुत शुद्ध स्वरूप हूँ, स्वरूप में स्थित, इसी स्वरूप में मेरा बाबा है। ऐसे संकल्प करते करते बाबा से कनेक्ट हो जाएंगे और कनेक्ट होंगे तो शांति की, पवित्रता की, शक्ति की अनुभूति होने लगेगी। योग हो गया। യോഗം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയരുത്. അതിൽ തന്നെ ഭായിജി പറയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളാണ് നമുക്ക് തടസ്സം. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള അനാവശ്യ ചിന്തകളിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ബുദ്ധി അവരുടെ മേലേക്ക് കണക്ട് ചെയ്യില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്ക് ഏകാഗ്രമാക്കണം. അതിന് ആദ്യം വിധി ബാബ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, യോഗം ചെയ്യാന്നുള്ളത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിധിയാണ് ഞാൻ ആത്മാവാണ്. അത് ശരിക്കും അനുഭവം ചെയ്യണം, ശ്രദ്ധ എവിടേക്ക് കൊണ്ടുവരണം. ഞാൻ ആത്മാവാണ്, ഞാനൊരു പ്രകാശ ബിന്ദുവാണ്, ഞാൻ ശാന്ത സ്വരൂപമാണ്. ആ പ്രകാശത്തിന്റെ അനുഭൂതിയിലേക്ക് വരണം. അപ്പൊ അത് നമ്മൾ തന്നെ സ്വയം പ്രയത്നിക്കേണ്ട കാര്യമാണ്, ആ പ്രകാശത്തിന്റെ സ്വരൂപത്തിലേക്ക്. അപ്പൊ ആത്മസ്വരൂപത്തിലേക്ക് ആദ്യം വരണം. ചിന്തകൾ അങ്ങനെയായിരിക്കണം, അതിനിടയിൽ വേറെ ചിന്തകൾ വരരുത്. ആ രീതിയിൽ ചിന്തകളെ രചിച്ച് ആത്മസ്വരൂപത്തിൽ ഇരിക്കുക. ഞാൻ പ്രകാശ സ്വരൂപമാണ്, ശാന്ത സ്വരൂപമാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ശരിയായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ബാബയുടെ ഓർമ്മ വരും. ബാബയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് കണക്ഷൻ കിട്ടും. ബാബയുടെ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, കണക്ഷൻ കിട്ടിയ പോലെ തോന്നും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതാണ് യോഗം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ യോഗം ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ
पहला हमारा मुख्य सेवा था बाबा का परिचय देना। अभी हमारा सेवा और पुरुषार्थ क्या होना चाहिए? क्योंकि बाबा का परिचय तो बहुत हो गया, माना परिचय देने की सेवा तो बहुत हो गया। अभी सेवा और पुरुषार्थ कैसा होना चाहिए? समझ गया। वास्तव में संदेश देने की सेवा तो बहुत फास्ट हुई है, हो रही है। अभी बाबा चाहते हैं मेरे बच्चों की वृत्तियों से वाइब्रेशन बने। प्रकृति दूषित है, वायुमंडल खराब है, उन सब की सेवा के लिए कुछ समय बहुत अच्छी एकाग्रता से अपनी बहुत शुद्ध वृत्तियों से वातावरण को चेंज करें। मनसा सेवा जितनी मन शक्तिशाली है, अच्छे संकल्प है कि वो संकल्प, जैसे हम शांत स्वरूप हैं तो शांति की किरणें फैलेंगी, हम पवित्र स्वरूप है तो पवित्रता की किरणें फैलेंगी। तो ये सेवा भी जरूरी है। इस सेवा में हम सबको समय देना चाहिए। उस समय नमाज शाम का आधा घंटा प्रकृति और वायुमंडल को परिवर्तन करने की सेवा बहुत जरूरी है। നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സേവനം പുരുഷാർത്ഥം എന്താണെന്നാണ് ചോദ്യം ഉണ്ടായിരുന്നത്. സന്ദേശം കൊടുക്കുന്ന സേവനം നമ്മൾ ഒരുപാട് ചെയ്തു. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബാബയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സേവനം ഇതാണ്, വൃത്തി സേ വൈബ്രേഷൻ. നമ്മുടെ മനോവൃത്തി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെയുള്ള ശുദ്ധവും ശ്രേഷ്ഠവുമായിട്ടുള്ള ശുഭമായിട്ടുള്ള സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ 4 ഭാഗത്തേക്കും വ്യാപിപ്പിക്കുക. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് സന്ധ്യാസമയം യോഗത്തിന്റെ സമയത്ത് അരമണിക്കൂർ നമ്മൾ അങ്ങനെ ഇരിക്കണം. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണെന്നുള്ള സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ശാന്തിയുടെ വൈബ്രേഷൻസ് ഫുൾ അന്തരീക്ഷത്തിലേക്ക് പ്രകൃതിയിലേക്ക് വ്യാപിപ്പിക്കുന്ന സേവനം നമ്മൾ ചെയ്യണം. ഇതാണ് മനസ്സാ സേവനം. വൃത്തിയിലൂടെ മനോവൃത്തിയിലൂടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുന്ന സേവനമാണ് നമ്മൾ വർത്തമാന സമയത്ത് ചെയ്യേണ്ടതെന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്.